بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വനുസല്ലി വനുസല്ലിമു അലാ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ അല്ലാഹുമ്മ സിദ്നാ ഇൽമാ. സൂറത്തുൽ ബഖറ 202 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ് വരെ എടുത്തത്. ഇൻഷാ അല്ലാഹ് 203 മുതലാണ് ഇന്ന് ആരംഭിക്കുന്നത്. തഫ്സീറിൽ 336-ാമത്തെ പേജ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത് ഫമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇസ്മ അലൈഹി വമൻ തഅഖറ ഫലാ ഇസ്മ അലൈഹി ലിമൻ ഇത്തഖാ വത്തഖുല്ലാഹ വഅലമൂ അന്നകും ഇലൈഹി തുഹ്ശറൂൻ. ومن الناس من يعجبك قوله في الحياة الدنيا ويشهد الله على ما في قلبه وهو ألد الخصام وإذا تولى سعى في الأرض ليفسد فيها ويهلك الحرث والنسل والله لا يحب الفساد. وإذا قيل له اتق الله أخذته العزة بالإثم فحسبه جهنم ولبئس المهاد. ومن الناس من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد. يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. فإن زللتم من بعد ما جاءتكم البينات فاعلموا أن الله عزيز حكيم. هل ينظرون إلا أن يأتيهم الله في ظلل من الغمام هل ينظرون إلا أن يأتيهم الله في ظلل من الغمام والملائكة وقضي الأمر وإلى الله ترجع الأمور. 210 വരെയുള്ള ആയത്തുകളാണ് കേൾപ്പിച്ചത്. ഞാൻ ഇത്ര സുദീർഘമായിട്ട് സാധാരണ എടുക്കലില്ല. ഇൻഷാ അല്ലാഹ് ഇത് ചില വിഷയങ്ങൾ കൂടുതലായിട്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ച വിഷയം വന്നതുകൊണ്ടാണ് ഇത് സമയമുണ്ടെങ്കിൽ ഇത് ഫുള്ളാക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമ്മൾ കേൾക്കുന്നതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിലും ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയായിരുന്നു സൂചിപ്പിച്ചത്. അവസാനമായിട്ട് നിങ്ങളെ കേൾപ്പിച്ചത് ഹജ്ജ് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞാൽ പണ്ടത്തെ ആളുകൾ, അറബികൾ മിനയിലൊക്കെ ഇരുന്നിട്ട് അവരുടെ പിതാക്കന്മാരെ ഓർക്കുന്നതിന് പകരം ഏറ്റവും കൂടുതലായിക്കൊണ്ട് അള്ളാഹുവെയാണ് ശരിക്കും ഓർക്കേണ്ടത്. ആ നിലക്ക് ഓർക്കുകയും അതോടൊപ്പം തന്നെ അള്ളാഹുവോട്
അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന രണ്ട് സ്വഭാവമുള്ള ആളുകൾ, രണ്ട് രീതിയിൽ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ. ഒന്ന്, ദുനിയാവ് മാത്രം അള്ളാഹിനോട് ചോദിക്കും, അവർക്ക് അള്ളാഹു തആല ദുനിയാവ് മാത്രം നൽകും. എന്നാൽ വേറൊരു വിഭാഗം ആളുകൾ അള്ളാഹുവോട് ദുനിയാവും ചോദിക്കും, ആഖിറവും ചോദിക്കും, നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കണമെന്നും പ്രാർത്ഥിക്കും. അത് ചോദിച്ച ആളുകൾക്ക് അള്ളാഹു തആല അതും കൊടുക്കും. ഇതായിരുന്നു അവസാനമായിട്ട് പറഞ്ഞു വെച്ചു. ഇന്നും വദ്കുറുല്ലാഹ ഫി അയ്യാമി മഅദൂദാത്ത്, ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. വദ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സ്മരിക്കണേ. ഫി അയ്യാമിൻ, ചില ദിവസങ്ങളിൽ, മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹിനെ സ്മരിക്കണേ. ഉദ്ദേശിക്കുന്നത് ദുൽഹജ്ജ് 10 കഴിഞ്ഞു, ബലിപെരുന്നാളിൻ്റെ ദിവസമാണ് ദുൽഹജ്ജ് 10. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ദുൽഹജ്ജ് 11, 12, 13 ദിവസങ്ങൾ അയ്യാമു തശ്രീക്കിൻ്റെ ദിവസമാണ്. ആ ദിവസത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അയ്യാമു തശ്രീക്ക് അള്ളാഹുവിൽ ഹാജിമാർ ദിക്റുകൾ ചൊല്ലുക, അതുപോലെ തന്നെ മിനയിൽ താമസിച്ച് ദിക്റുകൾ ചൊല്ലുന്ന ഹാജിമാർ സുഹ്ർ നമസ്കാര ശേഷം 3 ജംറകളിലും എറിയുന്ന ദിവസമാണ് അയ്യാമു തശ്രീക്കിൻ്റെ ദിവസം, അല്ലേ? ദുൽഹജ്ജ് 10 ജംറത്തുൽ കുബ്രയിൽ മാത്രമേ ഹാജി എറിയൂ, കഅബയോട് അടുത്ത ജംറ, ഏറ്റവും വലിയ ജംറ. അയ്യാമു തശ്രീക്കിൻ്റെ ദിവസങ്ങളിൽ 3 എണ്ണത്തിലും ലൊഹർ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ലൊഹറിൻ്റെ സമയമായി എത്തിക്കഴിഞ്ഞാൽ, സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിക്കഴിഞ്ഞാൽ ഈ 3 ജംറകളിലും എറിയും. ആ ദിവസങ്ങളിൽ അള്ളാഹുവെ ധാരാളമായിട്ട് സ്മരിച്ചുകൊണ്ട്, ദിക്റുകൾ ചൊല്ലിക്കൊണ്ട്, ഖുർആൻ ഓതിക്കൊണ്ട് എല്ലാ ഹാജിമാരും മിനയിലെ ടെൻറ്റുകളിൽ താമസിക്കുന്ന സമയമാണത്. ആ സമയത്തെക്കുറിച്ചാണ് ഓർമ്മിപ്പിക്കുന്നത്. എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവെ സ്മരിക്കണേ. ഫമൻ തഅജ്ജല, ആരെങ്കിലും ധൃതി കാണിക്കുകയാണെങ്കിൽ, ഫി യൗമൈനി, 2 ദിവസം കൊണ്ട് ആരെങ്കിലും ധൃതി കാണിക്കുക, ഫലാ ഇസ്മ അലൈഹി, അവൻ്റെ മേൽ കുറ്റമില്ല. ആരെങ്കിലും 2 ദിവസം കൊണ്ട് ധൃതി കാണിച്ചു പോയി, തെറ്റില്ല. എന്താ ഉദ്ദേശിക്കുന്നത്? ഹജ്ജിന് ദുൽഹജ്ജ് 13-നാണ് ഹജ്ജ് കഴിയുക, ദുൽഹജ്ജ് 8-നാണ് ഹജ്ജ് തുടങ്ങുക. എപ്പോഴാണ് കഴിയുന്നത്? 13-ന്. എന്നാൽ ഒരാൾക്ക് ദുൽഹജ്ജ് 12-ന് ഏറും കഴിഞ്ഞിട്ട് പോകുകയാണെങ്കിൽ അയാളുടെ മേലെന്തില്ല? തെറ്റില്ല, കുഴപ്പമൊന്നുമില്ല. വമൻ തഅഖറ, ആരെങ്കിലും പിന്തിപ്പിക്കുകയാണ് എങ്കിൽ ഫലാ ഇസ്മ അലൈ, അവൻ്റെ മേലും എന്തില്ല? തെറ്റില്ല. ദുൽഹജ്ജിന് 12-ന് മിനയിൽ നിന്ന് തിരിച്ചു വന്നാലും കുഴപ്പമില്ല, 13 പൂർത്തിയാക്കി തിരിച്ചു പോയാലും കുഴപ്പമില്ല. 12-നാണ് ഒരാൾ തിരിച്ചു വരുന്നതെങ്കിൽ മഗ്രിബ് നമസ്കാരത്തിന് മുമ്പ്, മഗ്രിബ് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്, അങ്ങനെ മനസ്സിലാക്കേണ്ടത്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് മിന അവൻ വിട്ടിരിക്കേണ്ടതാണ്. വിട്ടിട്ടില്ലെങ്കിലോ അവിടുത്തെ നിൽക്കണം. ഇനി ഒരാൾ വിട്ട്, പക്ഷെ അയാളുടെ വാഹനമോ മറ്റൊക്കെ ബ്ലോക്കായിട്ട് ആ പരിധിയിനുള്ളിൽ തന്നെ കുടുങ്ങിപ്പോയി, അത് അയാളുടെ തെറ്റാണോ? അല്ല, അയാൾ മിനയിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ അയാളുടെ ഭാഗം ക്ലിയറായി. അങ്ങനെ 2-ാമത്തെ ദിവസം ദുൽഹജ്ജ് 12-ന് പലരും ഹജ്ജ് ചെയ്ത ആൾക്കാർ കണ്ടിട്ടില്ലേ? 12-ാം തീയതി പലരും പോകും. അവർ തെറ്റ് ചെയ്ത ആൾക്കാരല്ല, അള്ളാഹു അനുവദിച്ചൊരു വിഷയമാണത്. 12-നും തിരിച്ചു പോകാം, 13-നും തിരിച്ചു പോകാം. അവിടെ വിഷയം എന്താണ്? ലിമനിത്തഖ, സൂക്ഷ്മത പാലിക്കുന്നവർക്ക്. 12-നാണോ 13-നാണോ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്നത് എന്നതല്ല വിഷയം. എന്താ വിഷയം? തഖ്വ പാലിക്കലാണ് വിഷയം. അത് പോകുന്ന ആളെയും അള്ളാഹ്ക്കറിയാം, നിൽക്കുന്ന ആളെ അള്ളാഹ്ക്കറിയാം. ആരുടെ ഹജ്ജ്? എപ്പോഴും ഹജ്ജിനെ പറ്റി പറയലുണ്ട്, പ്രാർത്ഥനകൾ നന്നേ കുറവാണ് ഹജ്ജിൽ. പഠിപ്പിച്ച പ്രാർത്ഥന ഒരുപാട് ദിക്റുകളായിട്ട് നമ്മൾ അള്ളാഹ് ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഹജ്ജ് നല്ലൊരു പരീക്ഷണമാണ്. ഇവിടുത്തെ ജീവിത ശൈലിയായിരിക്കില്ല മക്കത്തും അതുപോലെ തന്നെ പവിത്രമാക്കപ്പെട്ട ഹജ്ജിൻ്റെ പ്രദേശങ്ങളിൽ നമ്മളേക്ക് എത്തിക്കഴിഞ്ഞാൽ. ക്ഷമ നല്ലോണം ആവശ്യമാണ്, സഹനം നല്ലോണം ആവശ്യമാണ്, വിനയ ആവശ്യമാണ്. അവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടും അള്ളാഹിലേക്ക് അടുക്കാൻ പറ്റാത്ത എത്രയോ ആൾക്കാരുണ്ട്. ആ നിലക്കുള്ള പരീക്ഷണങ്ങളും സൂക്ഷ്മതാബോധവുമാണ് ഹജ്ജിലുള്ളത്. അതുകൊണ്ടാണ് ദുൽഹജ്ജ് 12-ന് തിരിച്ചു വരാം, 13-നും തിരിച്ചു വരാം. ഈ 12-നോ 13-നോ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്നതല്ല അള്ളാഹിൻ്റെ അടുത്തുള്ള വിഷയം, തഖ്വയുണ്ടോ എന്നതാണ് വിഷയം, അല്ലേ? വതസവ്വദു, നിങ്ങൾ ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ യാത്രാ വസ്തുക്കൾ ഒരുക്കണേ. എന്നിട്ട് അള്ളാഹ് എന്താ പറഞ്ഞത്? ഫഇന്ന ഖൈറസ്സാദി അത്തഖ്വ, തഖ്വയാണ് കൊണ്ടുപോകേണ്ടത്. ഏറ്റവും നല്ല പാത എന്താണ്? തഖ്വയാണ്. അതാണ് ഹജ്ജിൻ്റെ കൈമുതലായിട്ട് വേണ്ടത്. നിങ്ങൾ ഹജ്ജിൽ ബലിയറുക്കും,
ഒരുപാട് രക്തങ്ങൾ പുറത്തേക്ക് വരുത്തും. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, അതിൻ്റെ രക്തമോ മാംസമോ അല്ല അള്ളാഹിൻ്റെ അടുത്തേക്ക് എത്തുന്നത്, വലാകിൻ യനാലുഹു തഖ്വ മിൻകും, നിങ്ങളിൽ എന്താ അള്ളാഹിൻ്റെ അടുത്ത് എത്തുന്നത്? തഖ്വ. എപ്പോഴും ഇതാണ്, ആ ഒരു ബോധമാണ് നമ്മൾക്ക് വേണ്ടത്. വത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കണേ. വഅലമു, നിങ്ങൾ അറിയണേ. അന്നക്കും, തീർച്ചയായും നിങ്ങൾ, ഇലൈഹി, അള്ളാഹുവിങ്കലേക്ക്, അവങ്കലേക്ക്, തുഹ്ശറൂൻ, ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. ഹാജിമാരുടെ വിഷയം പറഞ്ഞിട്ട് അള്ളാഹ് പറയാണ്, ആദ്യം പറഞ്ഞത് ഒന്നും കൂടെ പറയാണ്, 2 ദിവസം കൊണ്ടും 3 ദിവസം കൊണ്ടും തിരിച്ചു പോരുത്തല്ല വിഷയം, തഖ്വയാണ് വിഷയം. അറിയണേ, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. സൂക്ഷിക്കണം നിങ്ങൾ അള്ളാഹുവെ, നിങ്ങൾ അറിയണം. എല്ലാവരും അള്ളാഹിൻ്റെ മുമ്പിലേക്കാണ് ഒരുമിച്ച് കൂട്ടപ്പെടുക. അത് ഹാജിമാരാകട്ടെ, നിസ്കാരക്കാരാകട്ടെ, നമ്മൾ ഏത് മനുഷ്യനാകട്ടെ, അള്ളാഹിൻ്റെ മുമ്പിലേക്ക് ഞാൻ ഒരുമിച്ച് കൂട്ടപ്പെടും എന്നൊരു ബോധം നമ്മൾക്ക് ഉണ്ടാകണം. ഓരോ ദിവസം നേരം വെളുക്കുമ്പോഴും ഇത് പറഞ്ഞിട്ടാ ഒരു മുസ്ലിം എഴുന്നേൽക്കുന്നത്. നമ്മൾ എഴുന്നേൽക്കലുണ്ടോ എന്നറിയില്ല. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വ ഇലൈഹിൻ നുഷൂർ. പഠിച്ചവനെ, മരണത്തിന് ശേഷം വീണ്ടും ജീവിതം തന്നു, നിനക്കാകുന്ന സർവ്വസ്തുതിയും. അവങ്കലേക്കാണ് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. എല്ലാവരും ആരിലേക്കാണ് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്? അള്ളാഹുവിലേക്ക്. ജുമഅ നമസ്കാരം കഴിഞ്ഞു, നിങ്ങൾ കച്ചവടം ചെയ്തു എന്ന് അള്ളാഹ് പറഞ്ഞു അല്ലേ? വബ്തഗൂ മിൻ ഫദ്ലില്ല. നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തോ? അള്ളാഹിൻ്റെ ഫദ്ൽ തേടിക്കോ. അവിടെയും ഓർമ്മിച്ചു, അള്ളാഹിൻ്റെ അടുത്തേക്കാണ് നിങ്ങൾ പോകുന്നത്. എപ്പോഴും ഓർമ്മിപ്പിക്കും അള്ളാഹു. ഈ നിലക്കുള്ളൊരു ബോധം മതി ഹാജിമാരെയും നമ്മളെയും എല്ലാവരെയും ഇത് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളും മനസ്സിലാക്കിക്കോ, നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതും ഒക്കെ അള്ളാഹ് അറിയുന്നുണ്ട്. ആ അള്ളാഹിൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു ദിവസം ഇബ്രാഹിം നബി പോലും പ്രാർത്ഥിച്ചു, റബ്ബിലാ തുഖ്സിനി യൗമ യുബ്അസൂൻ. പഠിച്ചോനെ, ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസത്തിൽ നീ എന്നെ വഷളാക്കല്ലേ. അത് വല്ലാത്തൊരു ദിവസമാണത്. അള്ളാഹു തആല നമ്മളൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇതാണ് ഹജ്ജുമായി ബന്ധപ്പെട്ടൊരു വിഷയം. ഇനി കഴിഞ്ഞ ക്ലാസ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചില്ലേ, പിന്നെ മനുഷ്യരുടെ 2 പ്രാർത്ഥന, 2 രീതിയിലാണ് ആളുകൾക്കുള്ള സ്വഭാവം. ഒരാൾ എന്ത് മാത്രമേ ദുആ ചെയ്യൂ അള്ളാഹിനോട്? ദുനിയാവ് മാത്രം. മറ്റൊരാളോ? ദുനിയാവും ആഖിറവും. ഇതുപോലെ 2 തരം മനുഷ്യരെ പറ്റി അള്ളാഹ് പറയാണ്. വമിനന്നാസ്, ജനങ്ങളിലുണ്ട്, മൻ, ഒരുത്തൻ, യുഅ്ജിബുക, നിന്നെ അത്ഭുതപ്പെടുത്തും, ഖൗലുഹു, അവൻ്റെ സംസാരം. ജനങ്ങളിൽ ഇങ്ങനത്തെ ചില ആൾക്കാരുമുണ്ട്, അവൻ സംസാരിക്കുന്ന കേട്ടാൽ നിന്നെ അത്ഭുതപ്പെടുത്തും അല്ലേ? ഫിൽ ഹയാത്തി ദുന്യ, ദുനിയാവിൻ്റെ വിഷയത്തിൽ ഇവിടുത്തെ കച്ചവടം, അതിൻ്റെ ലാഭം അവനോട് പറയുന്ന കേട്ടാൽ നിനക്ക് അത്ഭുതമാകും. എത്രത്തോളം അവൻ സംസാരിക്കും? വയുഷ്ഹിദുല്ലാഹ, അള്ളാഹിനെ അവൻ സാക്ഷ്യപ്പെടുത്തും, അലാ മാ ഫി ഖൽബി, അവൻ്റെ കൽബിലുള്ള വിഷയത്തിൻ്റെ കാര്യം. വമിനന്നാസി, ജനങ്ങളിലുണ്ട് ചില ആളുകൾ, മയ്യുഅ്ജിബുക ഖൗലു, അവൻ്റെ സംസാരം നിന്നെ അത്ഭുതപ്പെടുത്തും, ഫിൽ ഹയാത്തി ദുന്യ, ഈ ദുനിയാവിൻ്റെ വിഷയത്തിൽ, ഐഹിക കാര്യത്തിൽ അവൻ്റെ സംസാരം നിന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തും. വയുഷ്ഹിദുല്ലാഹ അലാ മാ ഫി ഖൽബി, അവൻ്റെ കൽബിലുള്ള വിഷയത്തെ തൊട്ട് അവൻ അള്ളാഹിനെ പോലും എന്ത് ചെയ്യും? സാക്ഷിയാക്കും അല്ലേ? ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ഉദാഹരണം, ഒരു ചെയിൻ ബിസിനസ്സുകാരെങ്ങാനും നമ്മളെ മുമ്പ് കുടുങ്ങിപ്പോയാൽ അല്ലേ, ഞാൻ പറഞ്ഞ മനസ്സിലല്ലേ, ഈ ഓൺലൈൻ ബിസിനസ്സില്ലേ, ചെയിൻ അനുവാദം ഉള്ളതുണ്ടായിരിക്കാം, ഹറാമുള്ളതുണ്ടായിരിക്കാം. പക്ഷെ ഒരുത്തൻ്റെ മുമ്പിൽ നമ്മളാണ്ട് പെട്ടുപോയാൽ അല്ലേ, അവൻ പറയുന്ന കേട്ടാൽ വിചാരിക്കും മുക്കാൽ അവൻ്റെ അടുത്ത് ഉണ്ടാവില്ല. പക്ഷെ അവൻ അതിൻ്റെ ആൾക്കാരെ പറ്റി, അതിൻ്റെ ലാഭമോ അതിൻ്റെ സംവിധാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ തന്നെയാണോ, ഇതൊക്കെ റബ്ബെ ആകുക, നമ്മളോട് തന്നെ തോന്നിപ്പോവും അല്ലേ? എന്താ നാട്ടിൽ പറയില്ലേ, LICക്കാരൻ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അല്ലേ, ആ നിലക്കാണ് ചില ആൾക്കാരങ്ങനെ ദുനിയാവിലെ സംസാരം, ഓൻ്റെ കച്ചവടം, ഓൻ്റെ ലാഭം, നീ ഇതിൽ കൂട്, അതല്ലെങ്കിൽ നീ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്ക്. ദുനിയാവിനെ പറ്റി സംസാരിക്കുമ്പോൾ 1000 നാവുള്ള ആൾക്കാരുണ്ട്. അള്ളാഹിനെ പറ്റി 2 മിനിറ്റ് പറയാൻ അവനക്കൊന്നും കിട്ടൂല അല്ലേ, ഒന്നും കഴിയില്ല. ഈ നിലക്ക് എത്രയോ ആളുകളുണ്ട്. അവർ ഏതൊക്കെ നിലക്കാണോ നമ്മൾ, അത് എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കും അറിയില്ല. നമ്മളൊക്കെ ഉള്ള സ്വഭാവമാണത്. ദുനിയാവിൻ്റെ വിഷയത്തിൽ എല്ലാവരും ഈ നിലക്ക് ഒരാളെ മയക്കി സംസാരിച്ച് പാകപ്പെടുത്തിയെടുത്ത് അങ്ങനെ എന്തു ചെയ്യും ആളുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ശരിക്കും ഒരു മുനാഫിക്കിൻ്റെ, നിഫാക്കിൻ്റെ, കപടതയുടെ സ്വഭാവമാണത്. ശരിക്കും ഇസ്ലാമിനെ പറ്റിയൊന്നും ഇവർക്ക് എന്തില്ല, വിശ്വാസമൊന്നും പരിപൂർണമായിട്ടുണ്ടാകില്ല. അതുകൊണ്ട് അള്ളാഹ് ശേഷം പറയാണ്, വഹുവ, അവനാകട്ടെ, അലദ്,
കുതർക്കം, വേണ്ടാത്ത തർക്കം നടത്തുന്ന ആളുകളാണ്. അൽ ഹിസ്വാം, നന്നായിട്ട് തർക്കിക്കും, കുതർക്കിയായ തർക്കക്കാരനാണ്. എന്നാ ഉദ്ദേശിക്കുന്നത് എന്താണിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സംസാരം കേട്ട വമ്പിച്ച ഹൈറാണ് തോന്നിപ്പോകും. പക്ഷേ ഓൻ്റെ സംസാരത്തിൻ്റെ ആകത്തുക അവൻ വഴക്കുള്ളവനാ, കുതർക്കുള്ള നടത്തുന്ന ആൾക്കാരാ, പ്രശ്നക്കാരനാണ്, ഇസ്ലാമിനോട് നന്ദികേട് കാണിക്കുന്ന ആൾക്കാരാ, അല്ലേ? നല്ല ഒരു പിന്നെ ഒരു സ്ഥാപനത്തെ പറ്റി പരിചയപ്പെടുത്താൻ കൂട്ടിക്കോ, ഒരു പള്ളീനെ പറ്റി പരിചയപ്പെടുത്താൻ കൂട്ടിക്കോ, അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക സംഘടനയെ പറ്റി പരിചയപ്പെടുത്താൻ കൂട്ടിക്കോ, ദഅവത്തിനെ പറ്റി അറിയിക്കാമെന്ന് കൂട്ടിക്കോ. ഇതൊക്കെ അറിയിക്കുമ്പോൾ ചില ആൾക്കാർ കൊണ്ട് പറയും, അതിൻ്റെ പിന്നെ ഇപ്പോഴത്തെ ആളുകൾ, ഇപ്പം തെറ്റി നിൽക്കുന്ന ആളുകൾ, ഇപ്പം നിങ്ങൾ പറയുന്ന ഇസ്ലാം നിങ്ങളാരും നന്നല്ല, ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാത്തിനും കൊളാക്കുന്ന ആൾക്കാരുണ്ട്. ഇവർ സംസാരം കേട്ടാൽ വിചാരിക്കും ഇവർ വല്ലാതൊരു ഇസ്ലാമിനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്. ഇപ്പം ഈ സ്വാഭാവികമായിട്ടും നമ്മുടെ നാടുകളിലൊക്കെ ഷിർക്ക് ചെയ്യുന്ന മുസ്ലിംസ് ഉണ്ട്, ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഷിർക്കം വിശ്വാസം അവരറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോകുന്ന ആളുകളുണ്ട്. അള്ളാഹുവിൻ്റെ മുമ്പിലല്ലാതെ സുജൂദിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്, ജാറങ്ങളെ തവാഫ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഉറുക്കും ഏലസം കിട്ടുന്ന ആളുകളുണ്ട്, ബിദ്അത്തിലേക്ക് എത്തിപ്പോകുന്ന ആളുകളുണ്ട്, അന്ധവിശ്വാസം ഇപ്പോഴും നിലനിർത്തി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. സ്വാഭാവികമായും മനുഷ്യരിൽ വിശ്വാസത്തിലും ആചാരങ്ങളിലൊക്കെ പിഴവുകൾ സംഭവിക്കാം, മനുഷ്യരല്ലേ? ആ സമയത്ത് ഒരു വിഭാഗം അത് ചെയ്യരുതേ എന്ന് പറഞ്ഞ് വേറൊരു വിഭാഗം ഉത്ബോധനം നടത്താം. ആ ഉത്ബോധനത്തിൽ മാന്യമായ സംവാദങ്ങൾ വേണ്ടിവരും, അതുപോലെ തന്നെ പ്രഭാഷണങ്ങൾ വേണ്ടിവരും, എഴുത്തുകൾ വേണ്ടിവരും, മീറ്റിങ്ങുകൾ വേണ്ടിവരും. കാരണം മനുഷ്യരിൽ സംഭവിക്കുന്ന തെറ്റുകളാണ് തിരുത്തും. അതിൽ തിരുത്തുന്നതിലോ അതല്ലെങ്കിൽ പ്രഭാഷണങ്ങളിലോ വന്ന ചെറിയ സ്ഖലിതങ്ങളുണ്ടാകും, തെറ്റുകളുണ്ടാകും. അത് മാറ്റി നിർത്തി അത് മാന്യമായി ഉപദേശിക്കുന്ന ആളുകളുണ്ടാകും. പക്ഷേ ഇതൊക്കെ മാറ്റി നിർത്തിയിട്ട് വേറൊരു വിഭാഗം ഉണ്ടാകും, നല്ല വെള്ളക്കുപ്പായം വെള്ള തുണി കൊടുത്തിട്ട് ഒന്നിലും ഉണ്ടാകില്ല. അവരെ വിഷയത്തിൽ വല്ലാതെ തർക്കിക്കുന്നുണ്ട് രാഷ്ട്രീയത്തിലൊക്കെ. എന്നാൽ ഈ ദീന് പറയുന്ന ആൾക്കാരെ കാണുമ്പോൾ എന്തോ ഒരു പുച്ഛം പോലെ. ഇതൊന്നും ചെയ്യാതെ തിന്മ വിരോധിക്കാതെ നന്മ കൽപ്പിക്കാതെ വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് ഇവരഭിപ്രായം എന്താണ്? ആകെ കച്ചറ ഉണ്ടാക്കുന്ന ആൾക്കാരെ ഇവർ, അല്ലേ? അവരങ്ങനെ ചെയ്തോട്ടെ, ഇവരിങ്ങനെ ചെയ്തോട്ടെ, അവർ നരകത്തെ പോലെ സ്വർഗത്തെ പോലെ. എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്തിനാ ആ മഹൽ അങ്ങനെ തന്നെ, ഈ മഹൽ ഇങ്ങനെ തന്നെ? തിന്മക്കെതിരെ ഒരക്ഷരം മിണ്ടില്ല, സഹകരിക്കില്ല. നന്മ പറയുമ്പോൾ ആ ഭാഗത്ത് ഇവരെ സഹകരണം ഉണ്ടാകില്ല. എന്നാൽ ഇവരെ വിഷയം എന്താണ്? ഇവർ വേണ്ടാത്ത കുതർക്കങ്ങൾ, ദുനിയാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങൾ ദീനിനെ സ്നേഹിക്കുന്ന ആൾക്കാരാ എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചിട്ടാണ് പ്രശ്നം ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഇവരിൽ ഹൈറ ഉള്ളത് എന്ന്. എന്നാൽ അള്ളാഹ് പറയുന്നു, വ ഇദാ തവല്ല, അവരങ്ങ് തിരിച്ചു പോയാൽ, സഅ, അവർ ധൃതി കാണിക്കുകയാണ്, ഫിൽ അർളി, എന്തിന്? ഭൂമിയിൽ അവർ നന്നായിട്ട് മത്സരിക്കുക, അല്ലെങ്കിൽ നന്നായി പരിശ്രമിക്കുന്നു, ധൃതി കാണിക്കുന്നു. എന്തിനാണ് ആ പരിശ്രമം നടത്തുന്നത്? ലിയുഫ്സിദ ഫീഹ, അവിടെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ, വയുഹ്ലിക, നശിപ്പിക്കാനും, അൽ ഹർസ, കൃഷികളെ, വന്നസ്ല, സന്താനത്തെ. മുനാഫിക്കിൻ്റെ സ്വഭാവം പറയാണ്, സംസാരം കേട്ടാൽ ദീനിനോട് വല്ലാത്ത സ്നേഹമായിട്ടാണ് സംസാരിക്കുന്നതെന്ന് തോന്നും. പക്ഷേ ആ സംസാരത്തിൽ അവർ അള്ളാനെ പോലും സാക്ഷിയാക്കും. ദുനിയാവിൻ്റെ വിഷയത്തിലാണ് സംസാരിക്കുക. എന്നിട്ടോ മുഅ്മിനീങ്ങളെ നിങ്ങൾ അറിയണം, മനസ്സിൽ കാപട്യവും കുതർക്കവും മാത്രം, പകയുമാണ് ഈ മുനാഫിക്കീങ്ങളുടെ മനസ്സിലുള്ളത്. തിരിച്ചുപോയാൽ, സദസ്സ് വിട്ടവർ തിരിച്ചുപോയാൽ അവർ ചെയ്യുന്നത് സുൽഹിന് വേണ്ടിയിട്ടല്ല, അവർ പരിശ്രമം നടത്തുന്നത് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനാണ്, ഫസാദ് ഉണ്ടാക്കാനാ, കൃഷി നശിപ്പിക്കാനാ, സന്താനങ്ങൾ നശിപ്പിക്കാനാ. എന്ന് വെച്ചാൽ മൊത്തത്തിൽ കുഴപ്പങ്ങൾ മാത്രമേ ഇവിടെ മുമ്പിലുള്ളത്. വല്ലാഹു, അള്ളയാകട്ടെ, ലാ യുഹിബ്ബുൽ ഫസാദ്, കുഴപ്പങ്ങൾ ആരും ഇഷ്ടപ്പെടുന്നില്ല, അള്ളാഹ് ഇഷ്ടപ്പെടുന്നില്ല. ഒരു വിഭാഗം മനുഷ്യൻ്റെ സ്വഭാവം എങ്ങനെയാണ്? ആ വിഭാഗം മനുഷ്യൻ്റെ സ്വഭാവം, അവരുടെ സംസാരം കേട്ടാൽ എന്തു ചെയ്യും? നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. മനസ്സിലാകുന്നില്ലേ വിഷയം? ദുനിയാവിൻ്റെ ഐഹിക കാര്യത്തിലാണ് ഈ സംസാരങ്ങളൊക്കെ ഉണ്ടാകുക. അവരുടെ സ്വഭാവം നല്ല തർക്കക്കാരാണ്. സത്യത്തോട് കൂറുണ്ട് നിങ്ങൾക്ക് തോന്നിപ്പോകും, ദീനിനോട് കൂറുണ്ട് എന്ന് തോന്നിപ്പോകും, സംസാരം കേട്ട ഇവരതാണ് ശരിയെന്ന് തോന്നിപ്പോകും, അല്ലേ? പക്ഷെ മനസ്സിനുള്ളിൽ കപടതയാണുള്ളത്. എന്തിനാ ഇപ്പോൾ യത്തീംഖാന? എന്തിനാ ഇപ്പോൾ ഒരു പള്ളിക്ക് പിരിവ്? അപ്പള്ളിയിൽ തന്നെ നിസ്കരിക്കാൻ ആരുമില്ല, എന്നാൽ ഇവൻ പോക്കുണ്ട്, ഇവനും പോക്കില്ല, അല്ലേ?
എന്തിനാ ഇത്രയൊക്കെ? ഇത് നല്ല രീതിയിൽ പറയുന്ന ആൾക്കാരുണ്ടായിരിക്കട്ടോ ഉപദേശങ്ങളൊക്കെ. ഇവൻ്റെ ഉദ്ദേശം എന്താണ്? ഇവനിക്ക് പൈസ കൊടുക്കാൻ പറ്റില്ല, ഒരു പള്ളീൻ്റെ പിരിവാ ചോദിച്ചത്, ഇവനിക്ക് കൊടുക്കാൻ പറ്റൂല, 5 ആൾ ഇവൻ്റെ മുമ്പിലുണ്ട്, അവരെ മുമ്പ് നിന്ന് ഇവന് രക്ഷപ്പെടണം, അപ്പോൾ ഇവരോട് വിശദീകരിച്ചു കൊടുക്കുക, അതൊക്കെ വേണ്ടാതെ. അപ്പോൾ ഇവരുടെ മുമ്പിൽ ഇവനിക്ക് മാന്യത ചമയണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ നിലക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും തനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ. താൻ വലിയ ദീനിൻ്റെ സ്നേഹിയാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുകയും വേണം. ദീനിനോടോ അതിൻ്റെ നിയമങ്ങളോടോ എനിക്കിഷ്ടമില്ല, അത് മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു കുതർക്കങ്ങൾ. മദീനത്തെ മുനാഫിക്കുകളെ പറ്റിയാണ് ചിലപ്പോൾ നമുക്ക് തോന്നുന്നത് എങ്കിലും ഈ സ്വഭാവമുള്ള എല്ലാവർക്കും ഇത് ബാധകമാണ്. ആ നിലക്ക് തന്നെ നമ്മൾ മനസ്സിലാക്കുക. തിരിഞ്ഞു പോയാൽ കുഴപ്പങ്ങളും നാശങ്ങളും സന്താനങ്ങളെ നശിപ്പിക്കലും കൃഷി നശിപ്പിക്കലും എല്ലാമാണ് ഇവരുടെ ഉദ്ദേശം. ഇവരോട് വിശ്വാസികൾ പറഞ്ഞാൽ വ ഇദാ ഖീല ലഹു, അവനോട് പറയപ്പെട്ട് കഴിഞ്ഞാൽ ഇത്തഖില്ല, നീ ഇങ്ങനൊന്നും കുഴപ്പമുണ്ടാക്കല്ല, അള്ളാഹിനെ സൂക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അഖദതുഹു, അവനെ പിടികൂടും, അൽ ഇസ്സ, പ്രതാപം പിടികൂടും, ബിൽ ഇസ്മി, കുറ്റം ചെയ്യാൻ. നീ അള്ളാഹിനെ സൂക്ഷിക്ക്, ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രതാപം, അവൻ നാട്ടിലത്തെ വലിയ ശുജായിയായിട്ടോ അല്ലെങ്കിൽ നാട്ടിലത്തെ വലിയ കാര്യപ്പെട്ട നേതാവായിട്ടോ തെറ്റ് ചെയ്യാനായിരിക്കും അവൻ എന്ത് ചെയ്യുന്നത്, അവൻ്റെ പ്രതാപം ഉപയോഗിക്കുന്നത്. സ്വാധീനം ഉപയോഗിച്ചിട്ടും കഴിവ് ഉപയോഗിച്ചിട്ടും സത്യത്തെ ഇല്ലാതാക്കാൻ അവൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് അള്ളാഹു കൊടുക്കുന്നൊരു സമ്മാനമുണ്ട്, ഫഹസ്ബുഹു ജഹന്നം, അവന് നരകം മതി. ഫഹസ്ബുഹു ജഹന്നം, അവന് നരകം മതി. വലബി ഇസൽ മിഹാദ്, അത് എത്ര മോശപ്പെട്ട സ്ഥലമാണ്. അതല്ലെങ്കിൽ എത്ര മഹദ് എന്ന് വെച്ചാൽ മിനൽ മഹദ് ഇലൽ ലഹദി എന്നൊക്കെ പ്രയോഗമില്ല, തൊട്ടിലിൽ നിന്ന് പിന്നെ ഖബറിലേക്ക്, ആ നിലക്ക് പ്രത്യേകിച്ച് പറയാം. മഹദ് ശരിക്കും തൊട്ടിലാണ്. വലബി ഇസൽ മിഹാദ്, ആ ചെന്ന് കിടക്കുന്ന തൊട്ടിൽ അല്ലെങ്കിൽ അവൻ പോകുന്ന സ്ഥലം എത്ര മോശപ്പെട്ടതാണ്. നരകത്തെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. വ ഇദാ ഖീല ലഹു ഇത്തഖില്ല, അവനോട് നീ അള്ളാഹിനെ സൂക്ഷിക്കണേ എന്ന് പറയപ്പെട്ടാൽ അഖദതുഹുൽ ഇസ്സ, അവനെ പ്രതാപം പിടികൂടും, ബിൽ ഇസ്മി, കുറ്റം ചെയ്യാൻ വേണ്ടിയിട്ട്. ഫഹസ്ബുഹു ജഹന്നം, അവന് നരകം മതി. വലബി ഇസൽ മിഹാദ്, അതെത്ര മോശപ്പെട്ട വിരിപ്പാണ് അല്ലെങ്കിൽ എത്ര മോശപ്പെട്ട തൊട്ടിലാണ്. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ആകത്തുക ഈ പിന്നെ 204, 205, 206 ആയത്തുകൾ മനുഷ്യരിലെ ഒരു സ്വഭാവത്തെക്കുറിച്ച് പറയുന്നു. ഐഹിക കാര്യങ്ങളിലാണ് ധാരാളം സംസാരിക്കുന്നത്. ദീനിനോട് അവന് താല്പര്യമില്ല. ദീനിൻ്റെ വിഷയം വന്നാൽ കുതർക്കങ്ങളും തർക്കങ്ങളും കാട്ടിയിട്ട് ആളുകളെ അകറ്റാൻ പോലും ശ്രമിക്കുന്ന ഈ വ്യക്തി അള്ളാഹിനെ സൂക്ഷിക്കണേ എന്ന് ഇവനോട് ഉപദേശിച്ചാൽ പോലും ഇവൻ്റെ സ്വഭാവം നേരെ ഓപ്പോസിറ്റായിരിക്കും. തെറ്റുകൾ ചെയ്യാൻ തന്നെയാണ് ഇവൻ സ്വയം ശ്രമിക്കുന്നതും ആളുകളെ പ്രേരിപ്പിക്കുന്നതും. അടുത്ത സ്വഭാവം, രണ്ടാമതൊരു മനുഷ്യനുണ്ട്. വമിനന്നാസി, നമ്മൾ ഏതിലാണ് നോക്കിയാൽ മതി? നമ്മൾ ദുനിയാവിൻ്റെ വിഷയത്തിൽ നന്നായിട്ട് സംസാരിച്ചിട്ട് ദീനിൻ്റെ വിഷയത്തിൽ തർക്കിക്കുന്ന ആൾക്കാരാണോ, അല്ല ഈ പറയുന്ന വിഷയമാണോ? വമിനന്നാസി, ജനങ്ങളിലുണ്ട് ഇങ്ങനെയുള്ള ചില ആളുകളും. അവരുടെ സ്വഭാവം എന്താണ്? മൻ, അവൻ, യഷ് രീ, വിൽക്കുകയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഷെറ വിൽക്കുക, ഇഷ്തറ വാങ്ങുക. ഷെറ എന്ന് വെച്ചാൽ എന്താണ്? വിൽക്കുക എന്നർത്ഥം. അതിൻ്റെ കൂടെ മുമ്പിൽ ചെറിയൊരു മാറ്റം വന്നു, ഇഷ്തറ എന്നാൽ എന്തായി? വാങ്ങുക. ഇവിടെ ഷെറ. മൻ, ഒരുത്തൻ, യഷ് രീ നഫ്സഹു, തൻ്റെ ശരീരത്തെ അവന് വിൽക്കുന്നു, ഇബ്തി തേടിക്കൊണ്ട്, മർലാത്തില്ല, മർലാത്ത് തൃപ്തി അല്ലേ, മർലാത്തില്ല, അള്ളാൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ശരീരത്തെ വിൽക്കുന്ന ആളുകളും. എന്ന് വെച്ചാൽ എന്താ? പടച്ചോനക്ക് വേണ്ടിയിട്ട് തൻ്റെ ശരീരം സമർപ്പിക്കുന്ന ആൾ, ജീവിതം അള്ളാഹ്ക്ക് വേണ്ടി സമർപ്പിക്കുന്ന ആളുകളുമുണ്ട്. അവർക്കുള്ള സമ്മാനം എന്താ? വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്, വല്ലാഹു അള്ളയാകട്ടെ റഊഫുൻ അലിവുള്ളവനാണ്, ബിൽ ഇബാദ് തൻ്റെ അടിമകളോട്. ഒന്നും കൂടെ, വമിനന്നാസി ജനങ്ങളിലുണ്ട്, മൈ യശ്രീ നഫ്സഹു തൻ്റെ ശരീരത്തെ വിൽക്കുന്നവൻ, ഇബ്തിഗാ മർലാത്തില്ല അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട്. വല്ലാഹു അള്ളയാകട്ടെ റഊഫും ബിൽ ഇബാദ് തൻ്റെ അടിമകളോട് അങ്ങേയറ്റം അലിവുള്ളവനാണ്. അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടുത്ത് നിർത്തി ദുനിയാവിൻ്റെ പിന്നാലെ പോകുന്ന ആളുകളോടൊക്കെ അള്ളാഹ് കൊടുക്കുന്ന സമ്മാനം ഫഹസ്ബുഹു ജഹന്നം. എന്താണ് അവർക്ക് സമ്മാനം? നരകാണ്.
അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിക്കുന്ന വ്യക്തിക്ക് അള്ളാഹ് കൊടുക്കുന്ന സമ്മാനം എന്താണ്? റഊഫാണ് അള്ളാഹ്, നന്നായിട്ട് അലിവുള്ളവനാണ് എന്ന് വെച്ചാൽ അവന് കൊടുക്കുന്നത് എന്തായിരിക്കും? അള്ളാഹു താല സ്വർഗ്ഗമായിരിക്കും. ഈ ആയത്തിറങ്ങാൻ ഒരു കാരണമുണ്ട് എന്ന് ചില ചരിത്ര റിപ്പോർട്ടുകൾ, ഹദീസുകളൊക്കെ കാണുന്നു, സബബുൻ നുസൂൽ കാണുന്നു. ഒന്ന്, സുഹൈബ് റൂമി എന്ന് പറയുന്ന സഹാബി ഉണ്ടായിട്ടുണ്ട്. ഇറാഖുകാരനാണ് അദ്ദേഹം. ചില യുദ്ധങ്ങളിലൊക്കെ അടിമയായി പിടിക്കപ്പെട്ട് അങ്ങനെ മക്കയിലേക്ക് എത്തി. ആദ്യ സമയത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ചതിൽപ്പെട്ട വ്യക്തിയായിരുന്നു ആര്? സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു. ഒരുപാട് പീഡനങ്ങൾക്ക് വിധേയമായ സഹാബിയാണ്. എന്നാൽ മക്കയിൽ കച്ചവടം ചെയ്തിട്ട് നല്ല കച്ചവടക്കാരനാണ്. ഒരുപാട് സമ്പത്ത് സുഹൈബ് ഉണ്ടാക്കിയിട്ട് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഒറ്റപ്പെട്ടായിട്ട് ഇരണ്ടായി സംഘങ്ങളായിട്ട് ഇങ്ങനെ പോകുമ്പോൾ സുഹൈബ് റൂമിയും മദീനയിലേക്ക് പോകുന്ന ഘട്ടം, മക്ക കഴിയുന്നു, മക്കയുടെ ബോർഡർ എത്തുകയാണ്. മുശ്രിക്കീങ്ങളെ പിടിച്ചു വെച്ചു. ആ സമയത്ത് മദീനക്ക് വിടൂല എന്ന് പറയുകയാണ്. എനിക്ക് മദീനക്ക് ഹിജ്റ പോയേ പറ്റൂ എന്ന് പറയുമ്പോൾ മുശ്രിക്കീങ്ങൾ അദ്ദേഹത്തോട് ഡിമാൻഡ് വെച്ചു. അഥവാ സുഹൈബെ, നീ മക്കയിലേക്ക് വരുന്നത് വെറും ഒരു അടിമ, ഒരു പാവപ്പെട്ടൊരു വ്യക്തിയായിട്ട് 2 കൈയും വീശി വന്ന വ്യക്തിയാണ് നീ. ഇപ്പം നീ മക്കയിൽ വന്നിട്ട് ഒരുപാട് കച്ചവടങ്ങളൊക്കെ ചെയ്ത് വലിയ സമ്പന്നനായി. ആ സമ്പന്നനായിട്ട് മക്കത്തുനിന്ന് നീ ഉണ്ടാക്കിയ സമ്പത്തുമായിട്ട് നിന്നെ ഞങ്ങൾ എങ്ങോട്ടേക്ക് വിടില്ല, മദീനക്ക് വിടില്ല. നീ വേണമെങ്കിൽ ഇതൊക്കെ ഇവിടെ ഒഴിവാക്കി വെച്ചിട്ട് ഒറ്റയ്ക്ക് പോയിക്കോ. ആ സമയത്ത് ഒരാളോടും തർക്കിക്കാൻ നിന്നില്ല, യുദ്ധം ചെയ്യാൻ നിന്നില്ല. നല്ല അമ്പെയ്ത്തുകാരനാ സുഹൈബ്, ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ എൻ്റെ സമ്പത്തിയുടെ ഒഴിവാക്കണം എന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഞാൻ സമ്പാദിച്ചത് മുഴുവൻ നിങ്ങളെടുത്തോ. സുഹൈബ് എന്ത് ചെയ്തു? മദീനത്തേക്ക് പോയി. ഇത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോൾ പറഞ്ഞു, റബ്ബിഹ സുഹൈബ്. സുഹൈബ് എന്ത് ചെയ്തു? ലാഭം ഉണ്ടാക്കി. സുഹൈബിന് വല്ലാത്ത ലാഭം ഉണ്ടാക്കി. നിങ്ങൾ ആ ചരിത്രം നമ്മളിലേക്കൊന്ന് തിരിച്ചു നോക്കിയേ അല്ലേ? നമ്മൾക്ക് തിരിക്കണ്ട, ചിന്തിക്കുമ്പോൾ തന്നെ ചിരി ഒന്നുമില്ല നമ്മൾക്ക് അല്ലേ? നമ്മളോടാണ് മറ്റൊരു പറയുന്നത്, ഇതൊക്കെ ഇട്ട് വെച്ചിട്ട് നീ പോയിക്കൊന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് പോകുന്നില്ല, ഞാൻ ആലോചിച്ചിട്ട് എന്ത് ചെയ്യുക, പിന്നെ പറക്കുക. നമ്മളെ ചിന്ത അത്രയാ അല്ലേ? നമ്മൾ ഇതൊക്കെ ഇട്ടേച്ച് പോകുമ്പോൾ അപ്പം തന്നെ നമ്മൾ ബോധം കെട്ടു വീണു പോകും. ഇത് നമ്മുടെ ഈമാനിൻ്റെ വിഷയമാണത്. നേരെ മറിച്ച് സഹാബികൾ അങ്ങനെയല്ല. അള്ളാഹിൻ്റെ മുമ്പിൽ ഒന്നേ ഉള്ളൂ. ഹിജ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഹിജ്റേൻ്റെ ചരിത്രമൊക്കെ പറയാം, വാല് പറയുന്ന ആൾക്കാർക്ക് പറയാം നല്ല സുഖം ഉണ്ടാകും, കേൾക്കുന്ന ആൾക്കാർക്ക് നല്ല ഇമ്പം ഉണ്ടാവും. എന്താ ഹിജ്റ എന്ന് പറഞ്ഞാൽ? ജനിച്ച നാടും വീടും സ്വത്തും സമ്പത്തും കുടുംബവും എല്ലാം വിട്ടിട്ട് എന്ത് ചെയ്യാണ്? പോവുകയാണ്. പോയിട്ട് നാളെ കൊണ്ട് വരുമെന്നല്ല, അങ്ങോട്ട് പോക്കന്നെയാണ്. എന്ത് മാത്രമേ മുമ്പിലുള്ളൂ? അള്ളാഹ് മാത്രമേ മുമ്പിലുള്ളൂ. അങ്ങനെ പോകാൻ തയ്യാറാകുകയാണ്. ആദ്യം പോയി എത്യോപ്യയിലേക്ക്, ഏതോ ഒരു നാട്ടിലേക്ക്, ഭാഷ അറിയാത്ത നാട്ടിലേക്ക് പോവുകയാണ് അല്ലേ? അവിടെ പോയി. അതുപോലെ തന്നെ തിരിച്ച് മദീനത്തേക്ക് പോവുകയാണ്. ഈ സമയത്ത് ജീവിതത്തിൽ സമ്പാദിച്ചത് ഒന്നുമില്ല, കംപ്ലീറ്റ് കൊടുക്കുമ്പോൾ അതിന് പോലും തയ്യാറായപ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂൽ കരീം പറഞ്ഞത്, സുഹൈബ് വല്ലാതെ ലാഭം കൊയ്തു. ഇങ്ങനത്തെ ആൾക്കാർ, അതെ, സുഹൈബ് ചെയ്ത പണി എന്താണ്? അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സ്വന്തം ശരീരത്തെ കണ്ട് വിൽക്കുകയാണ്. വേറൊന്നും എനിക്ക് വേണ്ട അല്ലേ? മിസ്അബ് റളിയല്ലാഹു അൻഹു ചരിത്രം നമ്മൾ പഠിച്ചതല്ലേ? മദീനത്തേക്ക് ഇസ്ലാം എത്തിക്കാൻ ആരെയാ റസൂൽ തിരഞ്ഞെടുത്തത്? മിസ്അബിനാ. എത്ര വലിയ പണക്കാരനാ! മിസ്അബ് മദീനയിലേക്ക് എത്തിയപ്പോൾ എന്തായി? ദരിദ്രനായി അല്ലേ? റസൂൽ ഖുത്ബ പറയുമ്പോൾ പോലും കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ചിട്ടാണ് മിസ്അബ് പള്ളിയിലേക്ക് കയറി വരുന്നത്. അങ്ങനെ പാവപ്പെട്ടവനായി തീരുന്നത് ഇസ്ലാമിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടാണ്. നമ്മൾക്ക് ഒരിക്കലും അങ്ങനത്തെ ചരിത്രം പറയാനുണ്ടാവില്ല എന്ന് മാത്രമേ നമ്മൾ ചിന്തിച്ചിട്ടും കൂടിയില്ല അങ്ങനെ ഇസ്ലാമിന് കൊടുത്തിട്ടൊരു പാവപ്പെട്ടവനാകാൻ അല്ലേ? നമ്മൾ മക്കളെ പഠിപ്പിച്ചിട്ട് ആകലുണ്ട്, വീടുണ്ടാക്കിയിട്ട് ആകലുണ്ട്, മോളുടെ കല്യാണം, 2 മക്കളെ കല്യാണം കഴിച്ചിട്ട് 50 വയസ്സായിട്ട് ഇവിടുന്ന് പോകാൻ കഴിയുന്നില്ല, 55ആയിട്ടും പോകാൻ കഴിയുന്നില്ല. ഇക്കാമയിന് അടിക്കൂല കാക്കേ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞാലും പോകാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? ഒരു മോളും കൂടി ഉണ്ടെന്ന് പറയാം അല്ലേ? നമ്മൾ ഇതിനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ നിലക്ക് കഷ്ടപ്പാടും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നത്. ഇസ്ലാമിന് വേണ്ടിയിട്ടോ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടോ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ സീറോ ആണ്. ഞാനും ഇല്ല, നിങ്ങളും ഇല്ല. നമ്മൾ ഈ സഹാബികൾ പോകുന്ന സ്വർഗത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ നമ്മുടെ ഈമാൻ അവരുടെ ഈമാൻ, അവരുടെ അമൽ നമ്മുടെ അമൽ, അള്ളാഹു സ്വർഗത്തിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ. പക്ഷെ നമ്മളാണ് നമ്മുടെ ഈമാനും നമ്മുടെ അമലും ഒന്ന് പരിശോധിക്കേണ്ടത്. ഇങ്ങനത്തെ ചില ആൾക്കാരുണ്ട്, 2 വിഭാഗം ആളുകളാണ്. അതിൽ ഒന്ന് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിക്കുന്ന ആളുകളാണ്. ഞാൻ ഇതുവരെ കഥകളും തമാശയൊക്കെ പറഞ്ഞെങ്കിലും ആണും പെണ്ണൊക്കെ ചിന്തിച്ചോ, എന്തെങ്കിലും ഒന്ന് ഒരു ദിവസം ഇന്ന് കഴിയാൻ പോകുകയാണ് അല്ലേ?
എന്തെങ്കിലും ഒന്ന് അള്ളാഹ്ക്ക് വേണ്ടി സമർപ്പിച്ചത്, അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ ചെയ്ത എന്തെങ്കിലും ഒരു ത്യാഗം നമുക്ക് എടുത്തു പറയാനുണ്ടോ? ആളുകൾക്ക് ഒരു ഉപദേശമെങ്കിലും, എല്ലാവരും അള്ളാഹിനെ പഴിക്കുന്ന ഒരു സമയത്ത് മോശപ്പെട്ടതൊക്കെ പറയുമ്പോൾ ഒരു നന്മയെങ്കിലും അള്ളാഹിനെ വിചാരിച്ചിട്ട് നമ്മൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ല. മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ഒരാളെ കാണുമ്പോൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടൊരു അള്ളാഹിനെ പറ്റി പറയാൻ നമുക്ക് തോന്നുന്നില്ല. എന്താ ഇവൻ വിചാരിക്കുക? ഇതാ നമ്മുടെ ചിന്ത. നമ്മളിപ്പോൾ ഇസ്ലാം പറയണ്ട, എല്ലാം മൊത്തത്തിൽ പേടിയാണ് അല്ലേ? എല്ലാ മുസ്ലിങ്ങൾക്കൊക്കെ പേടി കൊടുങ്ങുകയാണ്, എല്ലാവരും സ്വയം രക്ഷയ്ക്ക് ഇങ്ങനെ ഉൾവലിയാണ് അല്ലേ? അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആർക്കും ഒന്നും വിജയിക്കാൻ പറ്റില്ല. എന്ത് തന്ത്രം, ഇസ്ലാമിക പ്രബോധനമായിക്കോട്ടെ, ഇസ്ലാമിക വിഷയമായിക്കോട്ടെ, ആരെന്ത് ചെയ്താലും വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, തന്ത്രം കാണിക്കുന്നവരിൽ ഏറ്റവും തന്ത്രം കാണിക്കുന്നവനാരാ? അള്ളയാ. അള്ളാൻ്റെ ദീന് മുടക്കാൻ ആര് വിചാരിച്ചാലും കഴിയില്ല. പക്ഷെ നമ്മൾക്ക് ഈ സമയത്ത് പേടി വരികയാണ്. ഞാൻ പറയുന്നില്ലേ, ഞാനല്ലേ, അത് അവരാന്ന്, എൻ്റെ അടുത്തേക്ക് വരുത്തല്ലേ, മുസ്ലിങ്ങൾ പോലും പേടിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തുകയാണ്. ഈ ആയത്ത് ഏറ്റവും പ്രസക്തിയാണ് നമ്മൾക്കിന്ന് അല്ലേ? അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാം ത്യജിക്കേണ്ടത്. പടച്ചോനിക്ക് വേണ്ടിയിട്ട് എനിക്കെന്ന് അള്ളാഹിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല, പിന്നെ എനിക്കെന്തിനാ സ്വത്ത്, എനിക്കെന്തിനാ എൻ്റെ ജീവിതം അല്ലേ? അള്ളാഹ്ക്ക് വെറുപ്പുള്ളൊരു നിലക്കും നമ്മൾ ജീവിക്കാൻ തയ്യാറാകരുത്. പടച്ചോനാണ് വലുത്. നേരെ മറിച്ച് പേടിക്കുകയാണെങ്കിൽ ആ പേടിക്കുന്ന ആളുകളിലായിരിക്കും അള്ളാഹുവിൻ്റെ മാരകമായ പരീക്ഷണങ്ങൾ വരിക. എത്ര ആളുകൾ ലോകത്തുള്ള എല്ലാവരും ഇസ്ലാമിനെ ഊതിക്കെടുത്താൻ വേണ്ടി വിചാരിച്ചാലും നമ്മൾക്കൊരു വിശ്വാസമുണ്ട്, വല്ലാഹു മുത്തിമ്മു നൂരി, അള്ളാഹിൻ്റെ പ്രകാശം അള്ളാഹ് എന്ത് ചെയ്യും? പൂർത്തിയാക്കും. ഒരു കുടിലും ബാക്കി വെക്കൂല അല്ല, ഒരു കൊട്ടാരവും ബാക്കി വെക്കൂല അല്ല. ലോകം നശിക്കുന്നതിന് മുമ്പ് എല്ലാ കുടിലുകളിലും കൊട്ടാരത്തിലും ഈ ഇസ്ലാമിൻ്റെ പ്രഭ എത്താതെ ലോകം ഇവിടെ അവസാനിക്കൂല. നമ്മൾ മാറി നിന്നാൽ നമുക്ക് പോയി. ഇതൊരു കൂറ്റൻ ഒഴുക്കാണ്. പലരും സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ തടുക്കാനൊക്കെ നോക്കും, പക്ഷേ ഇസ്ലാമിനെ നിർത്തിക്കാൻ ഒരാൾക്കും സാധിക്കൂല. ഏതെങ്കിലും ഒരു പണ്ഡിതനെ പിടിച്ച് മാറ്റി നിർത്തിയാലോ, ഏതെങ്കിലും ഒരു പ്രബോധകന്മാരെ പിടിച്ച് മാറ്റി നിർത്തിയാലോ ഒന്നും നിൽക്കുന്ന ഒന്നല്ല ഇസ്ലാം. ഇത് പ്രകൃതിയുടെ മത, ലോകത്തിൻ്റെ നാഥൻ്റെ മത. ഇതിനെ അള്ളാഹുവിൻ്റെ മതത്തെ അള്ളാഹിൻ്റെ സൃഷ്ടിക്ക് തടുക്കാൻ പറ്റുന്നു? നമ്മൾ ആ നിലയ്ക്ക് ചിന്തിച്ചിട്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, നല്ല രീതിയിൽ പ്രവർത്തിക്കുക. ഏത് സമയം വന്നു കഴിഞ്ഞാലും എൻ്റെ ജീവിതം ഇന്ന സ്വലാത്തി വനുസ്കി വമഹിയ വമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലേ? എൻ്റെ നിസ്കാരം, എൻ്റെ ആരാധനാകർമ്മങ്ങൾ, എൻ്റെ ജീവിതം, എൻ്റെ മരണം ഒക്കെ ആർക്കാണ്? ലില്ലാ, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ പതറിപ്പോകാൻ പാടില്ല. എല്ലാം അള്ളാഹ്ക്കുള്ളതാണ്. ഈ ചിന്ത നമ്മൾക്കുണ്ടോ എന്ന് നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇനി അടുത്ത ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഉദ്ഖുലു, നിങ്ങൾ പ്രവേശിക്കണേ, ഫിസ്സിൽമി, സമാധാനത്തിൽ, എന്ന് വെച്ചാൽ ഇസ്ലാമിൽ, നിങ്ങൾ ഇസ്ലാമിൽ പ്രവേശിക്കണേ, കാഫ, പരിപൂർണമായിട്ട്. അള്ളാഹു മറ്റൊരു വചനത്തിൽ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ആമിനു, സത്യവിശ്വാസികളെ നിങ്ങളെന്ത് ചെയ്യും? ആമീനു, വിശ്വസിക്ക്. ഇവിടെ എന്താ പറഞ്ഞത്? നമ്മളെ വിളിക്കുകയാണ് സത്യവിശ്വാസികളെ. സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ തന്നെ ഇസ്ലാമായക്കാരാ അല്ലേ? ഇസ്ലാമുള്ളവരെ വിളിച്ചിട്ട് അള്ളാഹ് പറയാണ്, ഉദ്ഖുലു, നിങ്ങൾ പ്രവേശിക്ക്, ഫിസ്സിൽമി, ഇസ്ലാമിൽ, കാഫ, പരിപൂർണമായിട്ട്. ഈ മാപ്പിളയായിട്ട് നിൽക്കില്ല എന്നല്ല പറഞ്ഞത്. നിങ്ങൾ ഇസ്ലാമിൽ എന്ത് ചെയ്യും? പൂർണ്ണമായിട്ട് പ്രവേശിക്കുക. നമ്മൾ പൂർണ്ണമായിട്ട് പ്രവേശിക്കാത്ത ആളുകൾ ഇതിലുണ്ട് എന്നതിൻ്റെ തെളിവാണ് അള്ളാഹുവിൻ്റെ വാക്ക്. എത്രയോ ആൾക്കാരുണ്ട്, അവനക്ക് മുസ്ലിം തന്നെയാണ് വേണ്ടത്, അവനും ഇസ്ലാമും തമ്മിലുള്ള ബന്ധം എന്താ? പെരുന്നാളാകുമ്പോൾ ചെറിയൊരു ബന്ധം വരുന്നുണ്ട്, വെള്ളിയാഴ്ച ആകുമ്പോൾ ചില ആൾക്കാരുടെ ധാരണ 3 വെള്ളിയാഴ്ച അടുപ്പിച്ച് പള്ളിയിൽ പോയില്ലെങ്കിൽ പേര് പൊട്ടിപ്പോകുന്ന സമുദായത്തിൽ നിന്ന്. അതൊരു അന്ധവിശ്വാസം. അതുകൊണ്ട് 3-1 പോവാൻ അല്ലേ? അപ്പോൾ ഒരു ബന്ധമുണ്ട്. പിന്നെ നിങ്ങൾ കണ്ടില്ലേ, ഏത് വൃത്തികെട്ട മനുഷ്യനും ലോറി സ്കെച്ചിട്ടുണ്ടാകൂല, നിസ്കരിക്കാൻ വിചാരിച്ചിട്ടുണ്ടാകൂല, നിക്കാഹിൻ്റെ വേദിയിൽ ഇവനുണ്ട് ഇരിക്കുമ്പോൾ വെള്ള ഷർട്ട്, ഫുൾ കൈ കുപ്പായം, ഒരു ടവലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് വരുന്നുണ്ട്, എന്തോ ഒരു ഇസ്ലാം ഉണ്ടാകുന്ന പോലെ. പിന്നെ അടുത്ത ഇസ്ലാം എപ്പോഴാണ്? മരിച്ചാലാ. നിക്കാഹ്, മരണം, ഈ ചില സമയങ്ങളിൽ മാത്രമാണ് അല്ലേ ഇസ്ലാം. ഇപ്പോഴത്തെ പത്രത്തിൽ പരസ്യം കണ്ടത് ഫേക്കാണോ ഇല്ലെന്ന് അറിയില്ല കേട്ടോ, അള്ളാഹ്ക്കറിയാം അല്ലേ? മുസ്ലിം യുവതി പക്ഷെ വിശ്വാസമില്ല. ഇങ്ങനെയൊക്കെ അഭിമാനം കൊള്ളുന്ന ആൾക്കാരുണ്ട്
അല്ലേ, മറ്റുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ കൂടിയിട്ട് പിന്നെ മറ്റ് ആചാരങ്ങളൊക്കെ സ്വീകരിക്കുന്നത് വലിയൊരു അഭിമാനമായിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാരുണ്ട്. ഇസ്ലാമിന് എന്തോ ഒരു മോശമായിട്ട് കൊണ്ടുനടക്കുന്ന മുസ്ലിങ്ങളുണ്ട്, ഇസ്ലാം ആയിപ്പോയി കുടുങ്ങിയ ആൾക്കാരെ പോലെ. അങ്ങനത്തെ ആൾക്കാർ നമ്മൾ ചിന്തിക്കുക അല്ലേ, നമ്മൾ സ്വയം ചിന്തിച്ചാൽ മതി. നമ്മളിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് ഇസ്ലാമിൽ നിൽക്കുക അള്ളാഹിട്ട് ഒരു പ്രയാസമൊന്നും ഇല്ല കേട്ടോ. നമ്മളെ വിചാരം അങ്ങനെ. ചില ആൾക്കാർ ജീവിതമൊക്കെ കാണുമ്പോൾ ഞാൻ അള്ളാൻ എന്തോ സഹായിക്കുന്ന പോലെയാണ്. സൂറത്തുൽ ഹുജറാത്തിൽ ലാസ്റ്റ് ഭാഗത്തുണ്ട് അല്ലേ, യമുന്നൂന അലൈക അൻ അസ്ലം. സൂല അവർ വിചാരിക്കുക, അവൾ എടുത്ത് പറയാണ് ഞങ്ങളൊക്കെ ഇസ്ലാമായല്ലോ. ബൽ യമുന്നുല്ലാഹു അലൈക്ക്. പക്ഷെ നീ ചിന്തിച്ചോ, നീ മുസ്ലിം ആയത് അള്ള നിന്നോട് കാണിച്ച എന്താണ്? ഔദാര്യാണ്. നമ്മളെ സ്വയം വിചാരം എന്താണ്? നമ്മൾ ഇസ്ലാമായത് അള്ളാഹിനോടും ദീനിനോടും നമ്മൾ കാണിച്ച വലിയ ത്യാഗമെന്നാ. ഒരു ചുക്കൂല പോയാൽ അല്ലേ, അള്ളാഹു നമ്മളെ തിരഞ്ഞെടുത്തതാ. ക്ലാസ്സിന് വന്നിട്ട് നിങ്ങളെ ചീത്ത പറയാമെന്ന് വിചാരിക്കരുത് എന്ന ആമുഖത്തോടു കൂടി പറയുക. ചിലപ്പോൾ നമുക്കൊക്കെ തോന്നലില്ലേ, ഞാനൊക്കെ ക്ലാസ്സിനുണ്ട് വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ക്ലാസ്സിനൊക്കെ പോകുന്നതുകൊണ്ട് വലിയ കിട്ടലാണ് സെൻറ്ററിന് കേട്ടോ, അല്ലെങ്കിൽ ക്ലാസ്സിനൊക്കെ ഞാൻ പങ്കെടുക്കുന്നതുകൊണ്ട് അതൊക്കെ അങ്ങനെ നിന്ന് പോകുന്നുണ്ട്. നമുക്ക് തോന്നുന്നില്ലേ അങ്ങനെ? എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്നല്ല, മനുഷ്യർക്ക് അങ്ങനെ തോന്നിപ്പോവും ചിലപ്പോൾ. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട എന്താണെന്നറിയോ, ഈ അനുഗ്രഹം അള്ളാഹു ആർക്ക് തന്നതാ? നമുക്ക് തന്നതാ. ഇല്ലെങ്കിൽ ഒരു സിനിമ കണ്ട് അടുത്തവൻ കണ്ട് അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോകുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെറ്റും ചെയ്തിട്ട് ഇങ്ങനെ പോകുന്ന ആൾക്കാരാണ്. പക്ഷെ അള്ളാഹു നമ്മൾ അതിൽ നിന്ന് തിരഞ്ഞെടുത്തതാണ് ഇങ്ങോട്ട്. ഇവിടെ വന്നത് മാത്രമല്ല, ഒരു ദീനീ സദസ്സിലേക്ക്, പള്ളികളിലേക്ക്, ഇസ്ലാമിക പ്രവർത്തനങ്ങളുമായിട്ട് പോകുന്ന ആൾക്കാർ. നാട്ടുകാർക്ക് ഒരു പോയത്തക്കാരാണെങ്കിലും അള്ളാഹ് തിരഞ്ഞെടുത്തതാവരാ അല്ലേ. ഞാൻ എപ്പോഴും പറയുന്നുണ്ട് പ്രസംഗിക്കുമ്പോഴൊക്കെ, അള്ളാഹു നമ്മളെ സൗദി അറേബ്യയിലേക്ക് പോലും ആര് തിരഞ്ഞെടുത്തത്? നമ്മളെ അള്ളാഹ് തിരഞ്ഞെടുത്തതാ. ഒരു ദുബൈയിലോ ഒരു ഖത്തറിലൊക്കെ ആണെങ്കിൽ നമ്മൾക്കൊരു വിചാരിക്കുമ്പോൾ ഒരു ഉംറക്കൊന്നും പോകാൻ നമുക്ക് സാധിക്കില്ല. അവർ ജീവിതത്തിൽ കഴിയില്ല, അത് ചിന്തിക്കുകയില്ല. ആ ഉംറേൻ്റെ പൈസ കൂട്ടുമ്പോൾ ഇത്ര ആവില്ല, നാട്ടിൽ ഏകദേശം ഇത്ര പൈസ ആവില്ല, അത് നാട്ടിൽ എന്ത് ചെയ്യുക, ഇതിന് ഉപയോഗിക്കാം. കഴിയില്ല. നമ്മൾക്ക് കഴിയുന്നുണ്ടല്ലോ, അതുകൊണ്ട് മറ്റൊരെക്കാളും ശിക്ഷ കുറച്ച് കൂടുതൽ നമുക്കായിരിക്കും അള്ളാഹിൻ്റെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ. ഇവിടെ ഇതൊക്കെ ഭാഗ്യം കിട്ടിയിട്ട് നമ്മൾ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളതും കൂടെ കൂട്ടത്തിൽ മനസ്സിലാക്കിയാൽ മതി, ബോണസ് നമുക്ക് ഉണ്ടാവും അല്ലേ. അള്ളാഹ് പറഞ്ഞത് പരിപൂർണമായിട്ട് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക, എല്ലാ നിയമവും അംഗീകരിക്കുക. എന്താ ഇസ്ലാമിലെ ചില നിയമം അംഗീകരിക്കാൻ പറ്റാത്തത്? എന്താ ഇസ്ലാമിലെ ഇന്ന നിയമത്തോട് നിനക്ക് പുച്ഛം കാണുന്നത്? അത് പാടില്ല. അങ്ങനെ വേദക്കാരിലൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു, ക്രൈസ്തവരിലും ജൂതരിലൊക്കെ അങ്ങനത്തെ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാ നിയമവും അംഗീകരിക്കാൻ പറ്റൂല. അള്ളാഹിൻ്റെ ഖുർആനില്ലേ, ഒരു വക്കിലിരുന്നു കൊണ്ടൊക്കെ അള്ളാഹിനെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട്. വേറെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹിനെ മനസ്സിലാക്കേണ്ടത് പോലെ മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ട്. ഈമാനും ഇസ്ലാമും പരിപൂർണമായിട്ട് നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. അള്ളാഹു എങ്ങനെ വിശ്വസിക്കാൻ പറഞ്ഞോ അങ്ങനെ വിശ്വസിക്കണം, എങ്കിലേ മുസ്ലിം ആവുകയുള്ളൂ. നമുക്ക് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരുപാട് വിഷയങ്ങൾ ഇസ്ലാമിലുണ്ട്, ഒരുപാട് വിഷയമുണ്ട് അല്ലേ. നമുക്ക് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാനാ? നമ്മുടെ വിശ്വാസം അന്ധമായിട്ട് അള്ളാഹുള്ള ഗൈബിയായ വിശ്വാസത്തിൽ, നമ്മൾക്കറിയാത്ത വിഷയത്തിൽ അള്ളാഹു എങ്ങനെ പഠിപ്പിച്ചോ അങ്ങനെ തന്നെ വിശ്വസിക്കല. ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഖബറിൽ ഒരു മനുഷ്യനെ ഇരുത്തിയിട്ട് ചോദ്യം ചോദിക്കും. നമ്മുടെ വിശ്വാസം എങ്ങനെയാണ്? എന്താ ഇപ്പോൾ ഖബറിൽ ഇരിക്കുമ്പോൾ കിടന്ന മനുഷ്യൻ ഇരിക്കുമ്പോൾ പല കണ്ടിട്ട് ഇളകൂല, അപ്പോൾ മണ്ണിട്ട് ഇളകൂല, വിശ്വസിക്കാൻ പറ്റുമോ? ചിന്തിക്കാൻ പറ്റില്ല അല്ലേ. നിങ്ങൾക്ക് ഇസ്ലാമിൽ ബുദ്ധിക്കാണ് സ്ഥാനമെങ്കിൽ സോക്സ് തടവുമ്പോൾ എവിടെയാണ് തടവാൻ വേണ്ടി പറയുക? അടിഭാഗം തടവാനാ പറയുക. പക്ഷേ എവിടെയാണ് നമ്മളോട് പറഞ്ഞ റസൂലുള്ളാഹ്? സോക്സ് തടവ് മുകൾ ഭാഗം തടവണം അല്ലേ. എന്തുകൊണ്ടാണ്? അലി റളിയല്ലാഹു പറഞ്ഞു ബുദ്ധിക്കല്ല ഇസ്ലാമിന് സ്ഥാനം. ബുദ്ധിക്ക് സ്ഥാനമുണ്ട് ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ. അള്ളാഹിനെ പറ്റി നീ ചിന്തിച്ചോ, പഠിച്ചോ, അള്ളാഹ് ഉണ്ടോയെന്ന് ഉറപ്പിച്ചോ, ഇസ്ലാമിലേക്ക് വന്നാൽ അള്ളാഹു എന്തിനാ ഈ നിയമം? പുരുഷന്മാർ നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചേ പറ്റൂ, നിർബന്ധ. നിര്യാണിയുടെ താഴെ പോയാൽ നരകത്തിലാണ്, നിര്യാണിക്ക് മുകൾ സ്വർഗത്തിലാണ്, നിര്യാണിക്ക് താഴെ നരകത്തിലാണ്. ഒരാൾ ചോദിക്കുക, ഒരു ഇഞ്ചിലാണോ പിന്നെ സ്വർഗവും നരകവും തീരുമാനിക്കുന്നത്? ഒരു ഇഞ്ച് വേണ്ട, ഒരു നഖത്തിൻ്റെ വലിപ്പം മതി. അവിടെ നമ്മളെ ബുദ്ധിയല്ല. ഇപ്പോൾ വ്യാഖ്യാനിക്കുകയാണ്, അത് പണ്ട് കാലത്ത് റസൂലുള്ളാഹിൻ്റെ കാലത്ത് ഭക്ഷണത്തിനും വസ്ത്രത്തിനൊക്കെ വല്ലാത്ത ക്ഷാമമായിരുന്നു, അന്ന് നിര്യാണിക്ക് താഴേക്ക് വസ്ത്രം ധരിക്കുക എന്നതിന് ഭയങ്കര കിബറല്ലേ. ഇന്നിപ്പോൾ ഇഷ്ടം പോലെ വസ്ത്രമൊക്കെ ധരിക്കുമ്പോൾ അതൊരു കിബറായിട്ടൊന്നും കൂട്ടിക്കൂടാ. ഇയാളെ വക വ്യാഖ്യാനാ അല്ലേ. ആ നിലക്കുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മൾക്ക് നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട, പലിശയുമായി ബന്ധപ്പെട്ട ഏർപ്പാട്, ചതിയുമായി ബന്ധപ്പെട്ട ഏർപ്പാട് മുമ്പ് പറഞ്ഞില്ലേ. പിന്നെ കച്ചവടത്തിൽ കളവ് കാണിക്കുന്ന ആൾക്കാർ അല്ലേ, മുമ്പ് ഈ എണ്ണ
കട്ട ഒരാൾ കഥ പറഞ്ഞു, 2 ഡ്രൈവർമാരുടെ കഥ ഇവിടെ കോപാർന്ന ഒരാൾ പറഞ്ഞതാ. ആരാംകോൻ്റെ എണ്ണ ഇങ്ങനെ അടിച്ചു മാറ്റുമ്പോൾ പറയാണ്, ഈ എണ്ണ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് എല്ലാവർക്കും അള്ളാഹ് കൊടുത്തതാണ്, അത് സൗദികൾ പിടിച്ചടക്കിയതാണ്, അതുകൊണ്ട് കട്ട കുഴപ്പമൊന്നുമില്ല. അയാളെ വ്യാഖ്യാനം അങ്ങനെ അല്ലേ. കക്കുന്നവനിക്ക് ആ നിലക്കുള്ള വ്യാഖ്യാനം, വേറെ തെറ്റിയുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തുള്ള വ്യാഖ്യാനം, മ്യൂസിക് കേൾക്കുന്നവനിക്ക് ആ നിലക്കുള്ള വ്യാഖ്യാനം. അതുപോലെ തന്നെ ഇസ്ലാം, അള്ളാഹു, പിന്നെ അള്ളാഹിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ എത്രയോ ഹദീസുകളിലൂടെ പറഞ്ഞു, നിങ്ങൾ താടി വളർത്തണേന്ന് പറഞ്ഞു. താടി വളർത്തണം, അത് ഹൈറാണ് അല്ലേ. എന്നാൽ ഒരു ചങ്ങാതി പറയുക, ഒരു മനുഷ്യൻ അവൻ്റെ അത്ര ഈമാൻ വന്നില്ല, ആ ബോധം വന്നില്ല, അവൻ ആ നിലയ്ക്ക് വളർത്തിയിട്ടില്ല, അവൻ ഒരു ഭാഗത്ത്. എന്നാൽ വേറെ ടീമുണ്ട്, അതൊന്നും പാടില്ല ഇസ്ലാമിന്. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അള്ളാഹ് നല്ല ഭംഗിയുള്ളവനാണ്, അള്ളാഹ്ക്ക് ഭംഗി ഇഷ്ടമാണ്. ഇത് ഭംഗി ഇല്ലാത്തൊരു വിഷയമാണ്, അതുകൊണ്ട് അള്ളാഹ്ക്ക് വെറുപ്പുള്ള പോലെ. വെച്ചോനെന്തോ നരകത്തിൽ പോകുന്ന പോലെ ഉണ്ട് സംസാരം. അല്ല, തെറ്റ് നമ്മളിലേക്ക് വരാം, അല്ലെങ്കിൽ നമ്മുടെ ഈമാനിൻ്റെ കുറവ് കൊണ്ട് എല്ലാ സുന്നത്തും നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ലെന്നും വരാം. പക്ഷേ നിഷേധം അതെന്തിലേക്കാണ് എത്തുന്നത്? കുഫറിലേക്കാണ് എത്തുന്നത്. തെറ്റ് വരുന്നതോ ഒരു സുന്നത്ത് എടുക്കാതിരിക്കുന്നതോ അല്ല വിഷയം, അതിനെ നിഷേധിക്കുക എന്നുള്ളത് ശരിക്കും ഈ മില്ലത്തുനിന്ന് പുറത്തു പോകുന്ന വിഷയമാണത്. അബദ്ധങ്ങൾ വരും. ഒരു മനുഷ്യൻ്റെ ഈമാനിൻ്റെ കുറവ് കൊണ്ട് നെരിയാണിക്ക് താഴെ വസ്ത്രം പോയേക്കാം. അവൻ അറിയണം നരകത്തിലാണ് ആ വസ്ത്രം, ശരിക്കും അറിയണം. അവൻ്റെ ഭാര്യ ഉപദേശിക്കണം, മക്കളെ ഉപദേശിക്കണം, നാട്ടുകാരൊക്കെ ഉപദേശിക്കണം. എന്നാൽ ഒരു മനുഷ്യൻ പറയാ, ഞാൻ ഇങ്ങനെയേ ചെയ്യൂ, ഈ വർത്താനം എന്തെന്ന് പുറത്തു പോകും? മതത്തിന്ന് പുറത്തു പോകും. അത് കുഫ്ര. കാരണം പടച്ചോൻ്റെ ഒരു നിയമത്തെ, മറ്റവൻ നിയമത്തെ മാനിക്കുന്നുണ്ട്, അവൻ്റെ ഈമാനിൻ്റെ ദുർബലത കൊണ്ട് സംഭവിച്ചു പോകുന്ന തെറ്റ, അത് അള്ളാഹ് പുറത്ത് കൊടുത്തേക്കാം. അവൻ്റെ തൗബയുണ്ടെങ്കിൽ, ഇസ്തിഗ്ഫാറുണ്ടെങ്കിൽ, ഇല്ലെങ്കിലും ചിലപ്പോൾ അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ തൗബ ഇല്ലെങ്കിലും ചിലപ്പോൾ പുറത്ത് കൊടുത്തേക്കാം. അത് അള്ളാഹു ആലം. എന്നാൽ കുഫർ പറയുകയാണെങ്കിൽ അത് അള്ളാഹ് ഒരിക്കലും പൊറുക്കാത്ത തെറ്റായിട്ട് മാറും. അതെപ്പോഴും ശ്രദ്ധിക്കണം. എന്ത് നിയമവും, ഇസ്ലാമിലെ ഏത് നിയമവും, ശിക്ഷാ നിയമങ്ങളാകട്ടെ, സിവിൽ നിയമങ്ങളാകട്ടെ, ക്രിമിനൽ നിയമങ്ങളാകട്ടെ, ഈമാനികമായ കാര്യങ്ങളാകട്ടെ, നിരോധങ്ങളാകട്ടെ, എന്തൊക്കെ നിരോധിച്ചത് തന്നെയാണ് അള്ളാഹ്. വെറുപ്പ് കാണിക്കാൻ പാടില്ല. പരിപൂർണമായിട്ട് ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം. വലാ തത്തബിഉ, നിങ്ങൾ പിൻപറ്റരുതേ, ഖുതുവാത്തി ശൈത്വാൻ, പിശാചിൻ്റെ കാലടികളെ. മുമ്പും പറഞ്ഞിരുന്നു, വലാ തത്തബിഉ ഷൈത്താൻ എന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഖുതുവാത്തി ഷൈത്താൻ, പിശാചിൻ്റെ കാൽപ്പാടുകളെ. ഒറ്റയടിക്ക് ഷൈത്താൻ നിങ്ങളെ കൊണ്ടുപോകുന്നില്ല. നിങ്ങളെ പിശാചിൻ്റെ പിന്നാലെ 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 ഇങ്ങനെ പോയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകൂല എവിടെയാണ് തെറ്റിപ്പോയത് എന്ന്. മുമ്പ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു തന്നിരുന്നു നിങ്ങൾക്ക്, ഇന്നും അതന്നെ ആവർത്തിക്കുകയാണ്. തെറ്റുന്നത് മനസ്സിലാകൂല. രാവിലെ നമ്മുടെ നാടുകളിലൊക്കെ ഈ 8 മണിക്കൊക്കെ ചാലുവാകുന്ന സിഗ്നൽ ഉണ്ടാകുമല്ലോ അല്ലേ. രാവിലെ ഒരു കോഴിക്കോട് ടൗണിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു വൈകുന്നേരം പോകുന്ന രീതിയല്ല. വൈകുന്നേരം നമുക്ക് ഓരോ സിഗ്നൽ ഇങ്ങനെ നമ്മൾ 1, 2, 3 എണ്ണും. രാവിലെ പോകുമ്പോൾ ആ തിരക്കോ ആ ബ്ലോക്കോ ഒന്നും ഉണ്ടാകില്ല. നമ്മൾ വിചാരിച്ച ആ മൈൻഡിൽ നിന്നൊക്കെ മാറിയിട്ട് റൂട്ടൊക്കെ മാറി കുറേ അങ്ങെത്തിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നുക, പഠിച്ചോനെ ഇന്ന സിഗ്നൽ ഞാൻ മാറേണ്ടതായിരുന്നല്ലോ, ഈ ബിൽഡിങ് ഞാൻ കാണാൻ പാടില്ലാത്തായിരുന്നല്ലോ, അപ്പോഴത്തേക്ക് എത്രയോ ദൂരം സഞ്ചരിച്ചു പോയിട്ടുണ്ടാകും. ഇതുപോലെ ഷെയ്ത്താൻ നമ്മളെ തെറ്റിക്കുന്നത് എവിടെയാണ് നമ്മൾക്ക് മനസ്സിലാകൂല. കാരണം ഖുർആൻ പറയാണ്, നിങ്ങൾ എല്ലാ ഭാഗത്തും ഷെയ്ത്താനുണ്ട്. സുഹൃത്ത് പറഞ്ഞില്ലേ, മണലിൽ ഒരു വര വരച്ചു, ആ വരക്കപ്പുറത്തും ഇപ്പുറത്തൊക്കെ വളഞ്ഞ വരകളും വരച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ നേരായ മാർഗ്ഗമാണ് എൻ്റെ മാർഗ്ഗം, ഇസ്ലാമിൻ്റെ മാർഗ്ഗം. അപ്പുറത്തും ഇപ്പുറത്തും കാണുന്ന വളഞ്ഞ വഴികളിലൊക്കെ ഷെയ്ത്താന്മാർ കാത്തിരിക്കുന്നത് നിങ്ങളെ തെറ്റിലേക്ക് എത്തിക്കാൻ. ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിന്നാർ, പിശാച് അവൻ്റെ ആൾക്കാരെ എങ്ങോട്ടേക്കാണ് ക്ഷണിക്കുന്നത്? നരകത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷണിക്കുന്നത്. പല പല മോഹങ്ങളായിട്ട് വരും. മനുഷ്യരിലും വരും, ജിന്നുകളിലും ഉണ്ട് ഇത് അല്ലേ. മനുഷ്യ പിശാചുക്കൾ വന്നിട്ട് ഇങ്ങനെ ഇത് ഇങ്ങനെ നിസ്കരിക്കൊന്നും വേണ്ട, ഒരു നേരമായിട്ട് കുറഞ്ഞാന്നും കുഴപ്പമില്ല. ആ കൂട്ടുകെട്ട് കൂടി ബാങ്ക് കൊടുക്കുമ്പോഴായിരിക്കും നന്നായി പള്ളിയിലൊക്കെ പോകുന്ന വ്യക്തിയായിരിക്കും. പക്ഷേ ഇവൻ്റെ ഷോപ്പിൽ നിന്ന് കട അടിച്ചിട്ട് പള്ളിയിലേക്ക് പോകുമ്പോൾ അതാ അവൻ്റെ പുതിയൊരു കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട്, ബാങ്ക് കൊടുക്കുന്ന സലേൻ്റെ ടൈമിൽ കട അടിച്ചിട്ട് ഇവൻ്റെ അടുത്തേക്ക് വരും. ആ കഥ പറഞ്ഞ് ആ പള്ളിയിൽ പോകുന്നവന് അതില്ലാണ്ടാക്കി അവനക്ക് തൃപ്തിയായി. ഈ നിലക്കുള്ള ആളുകളുണ്ട്. നമ്മൾ പറയാണ്, അള്ളാഹ് പറയാണ്, ഷെയ്ത്താനിൻ്റെ കാൽപാദങ്ങൾ നിങ്ങൾ പിന്തുടരല്ലേ. ഈ ദീനീ സദസ്സ് നിങ്ങൾ വിട്ടിട്ട് നിങ്ങൾ വേറൊരു സമയത്തേക്ക് പോയി നോക്കിയേ. 2 ആഴ്ച ഒരാൾ ക്ലാസ്സിന് വന്നില്ല. ആ 2 ആഴ്ച വരാത്തെന്തായിരുന്നു? ഒരു ഫാമിലി ഫ്രണ്ടിനെ കിട്ടി. ഒരു വ്യാഴാഴ്ച ക്ലാസ്സിന് വരാൻ നോക്കുമ്പോൾ ഓൻ കണ്ട സമയം തിരഞ്ഞെടുത്താണ് ഒരു 8 കണ്ട് റൂമിക്ക് വരുത്ത്. സംസാരമായി. അന്നത്തെ ക്ലാസ് കോളായി. അന്നത്തോൻ കോളാക്കിയല്ലോ. അന്നോൻ പ്ലാനിട്ട് നിങ്ങളെ മേലെ കടന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞ് അടുത്ത വ്യാഴാഴ്ച നീ എൻ്റെ റൂമിൽ വാ. അപ്പോൾ അടുത്ത ആഴ്ചത്തും കൊളായി അല്ലേ.
അതങ്ങനെ അങ്ങോട്ട് പോകും. ഇതാണ് ശൈത്താൻ വരുന്നൊരു വഴി. നമ്മൾ നിന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകൂല. കുറേ കഴിഞ്ഞ് അവൻ്റെ കൂടെ കൂടി എല്ലാ വൃത്തികേടുകളൊക്കെ ചെയ്ത് കുറേ ദുരന്തങ്ങളൊക്കെ വാങ്ങി അങ്ങനെ എല്ലാ തോന്നിയാസങ്ങളൊക്കെ ആയി ഒന്ന് പെട്ടുപോകുമ്പോഴാണ് മനസ്സിലാകുന്നത് എന്ത്, ഞാൻ പെട്ടുപോയിട്ടുണ്ട്. അങ്ങനത്തെ എത്രയോ ആൾക്കാരുണ്ട്. തോന്നിയാസങ്ങളിലൊക്കെ കൂടി എല്ലാം പൊട്ടി 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 നിൽക്കുമ്പോൾ അവസാനം എനിക്ക് ബോധം വരും എവിടുന്നാണ് എനിക്കിത് മിസ്റ്റേക്ക് പറ്റിയെന്ന്. അന്ന് വിരൽ കടിച്ചിട്ടൊരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, ഷെയ്ത്താനിൻ്റെ ഭാഗത്തേക്ക് നിങ്ങൾ പോകല്ലേ. അള്ളാഹ് ഹറാമാക്കിയത് വ്യക്തമാണ്, അള്ളാഹ് ഹലാലാക്കിയതും വ്യക്തമാണ്. ഇടയ്ക്ക് സംശയമുള്ള ചില വിഷയങ്ങളുണ്ട്, അത് സംശയമില്ലാത്തതിലേക്ക് നിങ്ങൾ വിടണം. ആടിനെ മേയ്ക്കുന്ന വ്യക്തി അതിർവരമ്പിൻ്റെ ആ അതിർവരമ്പ് കിടന്നിട്ട് ഒരിക്കലും ആടിനെ മേൽക്കരുത്. ഇത് ഈ ഒരു വട്ടം നോക്കിക്ക്, നിങ്ങൾ ഒരു വൃത്തം വരച്ചിട്ട് ആ വരക്കുന്ന ആ വക്കുണ്ടല്ലോ അതിൽ നമ്മൾ നിൽക്കരുത്. വൃത്തത്തിൻ്റെ അപ്പുറം കുഫറാണ്, വൃത്തത്തിനുള്ളിൽ ഇസ്ലാമാണ്. എവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്? ആ വൃത്തത്തിൻ്റെ ഉള്ളിൽ പോയി നിൽക്കണം. ആ വട്ടത്തിൽ നിന്നാൽ എങ്ങോട്ടേക്കാണ് തെറിച്ചു പോകുക? വെളിയിലേക്ക് തെറിച്ചു പോകും അല്ലേ. നമ്മളാരും വിളിക്കുകയൊന്നും വേണ്ട, ഞാനങ്ങോട്ട് വരാമെന്നും പറഞ്ഞ് നിൽക്കാതെ നമ്മൾ നിൽക്കുന്നത് അല്ലേ. ഷെയ്ത്താൻ നമ്മൾ പ്രത്യേകിച്ചിട്ട് തെറ്റിക്കുകയൊന്നും വേണ്ട. ഷെയ്ത്താൻ ഇപ്പോൾ അടങ്ങിയിരിക്കുകയാണ്. ഷെയ്ത്താൻ വിചാരിക്കാത്ത തെറ്റ് ചെയ്യാൻ ആൾക്കാർ റെഡിയായിപ്പോൾ. അതുകൊണ്ട് എപ്പോഴും സൂക്ഷിച്ചോ, അള്ളാഹിലേക്കൊരു പിടുത്തം വേണം. ഈ തെറ്റുകളിൽ നിന്നുള്ള രക്ഷയാണ് അള്ളാഹിലേക്കുള്ള മടക്കം, അള്ളാഹിനുള്ള പ്രാർത്ഥന, ഖുർആൻ പാരായണങ്ങൾ, ദിക്റുകൾ, ദുആകൾ. ഇതൊക്കെ അള്ളാഹ് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽമി കാഫ, സത്യവിശ്വാസികളെ നിങ്ങൾ ഇസ്ലാമിൽ പരിപൂർണമായിട്ട് പ്രവേശിക്കുക. വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്വാൻ, പിശാചിൻ്റെ കാൽപാദങ്ങളെ നിങ്ങൾ പിന്തുടരരുതേ. ഇന്നഹു, തീർച്ചയായും അവൻ, ലക്കും നിങ്ങൾക്ക്, അദുവ്വും മുബീൻ, വ്യക്തമായ ശത്രുവാണ്. പിശാജ് ഒരിക്കലും നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കില്ല, നരകത്തിലേക്ക് എത്തിക്കുക. സൂറത്ത് ഇബ്രാഹിമിൽ പിശാജ് പറയുന്നുണ്ട്. പിശാജിൻ്റെ ഒരു വാക്ക് അള്ളാഹ് എടുത്തു പറയാണ്. നരകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പറയും, ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞു, നിങ്ങൾ എൻ്റെ പിന്നാലെ വന്നു, എന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തുമൊന്നും വേണ്ട, എനിക്ക് എന്നെ തന്നെ രക്ഷിക്കാൻ പറ്റില്ല. ഇന്ന് എനിക്ക് നിങ്ങളെയോ നിങ്ങൾക്ക് എന്നെയോ രക്ഷിക്കാൻ പറ്റില്ല, നിങ്ങൾ ചെയ്തതിനാണ് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത്. അള്ളാഹ് ചോദിക്കുകയാണ്, ഫ ഇൻ സലൽത്തും, ഇനി നിങ്ങൾ വഴുതിപ്പോവുകയാണെങ്കിൽ, ഫ ഇൻ സലൽത്തും, ഇനി നിങ്ങൾ വഴുതിപ്പോവുകയാണ്, മിൻ ബഅദി മാ ജാഅതുകുമുൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകൾ നിങ്ങൾക്ക് വന്നു കിട്ടിയതിന് ശേഷം ഇനിയും നിങ്ങൾ തെറ്റിപ്പോവുകയാണ്. ഇങ്ങനെയൊക്കെ ഉപദേശങ്ങൾ നിങ്ങൾ കേട്ട്, ക്ലാസ്സിൽ നിന്ന് ആയത്തുകൾ, ഹദീസുകൾ, അള്ളാഹിൻ്റെ ഉത്ബോധനങ്ങൾ എല്ലാം കേട്ടിട്ടും നിങ്ങൾ ഇനിയും തെറ്റിപ്പോവുകയാണെങ്കിൽ, ഫഅലമു, നിങ്ങൾ അറിഞ്ഞോ, അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല, അസീസുൻ, അല്ലാഹു തആല പ്രതാപമുള്ളവനാണ്, ഹക്കീമുൻ, അഗാധമായി ജ്ഞാനമുള്ളവനാണ്, അഥവാ അഗാധ ജ്ഞാനാണ് അല്ലാഹു തആല. അല്ലാഹ് അസീസാണ്, അല്ലാഹ് ഹക്കീമാണ്. ഇത്രയൊക്കെ അമ്പിയാക്കൾ വന്നു, റസൂലുള്ള വന്നു, ഖുർആൻ ഓതി, ആയത്തുകൾ പറഞ്ഞു, ഹദീസുകൾ കേട്ടു, ജീവിതചര്യകൾ കേട്ടു, എന്നിട്ട് നിങ്ങൾ തെറ്റിപ്പോവുകയാണോ? ഇസ്ലാമിനോട് നിങ്ങൾക്ക് താല്പര്യമില്ലേ? വേണ്ട. അള്ളാഹുവിന് നിങ്ങൾ ഈ ഇസ്ലാമിലേക്ക് വന്നില്ല എന്നതുകൊണ്ട് ഒരു കുഴപ്പവും അള്ളാഹ്ക്കില്ല. ഈ കൊച്ചു സംഘം അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതെവിടെയും ഈ അവസാനം പറഞ്ഞ വാചകം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾക്കെപ്പോഴും ഇസ്ലാമിനോട് ചെറിയൊരു സ്വഭാവത്തിൽ പോലും ഇസ്ലാമിനോടോ തൗഹീദിനോടൊന്നും ഉണ്ടാകാൻ പാടില്ല. ഞാൻ നിങ്ങളോട് ഇത് പറയാൻ കാരണം, ഈ ക്ലാസ് കേൾക്കുന്ന ആണും പെണ്ണൊക്കെ നാട്ടിലേക്ക് പോയാൽ എന്താണെന്ന് എനിക്കറിയില്ല. നമ്മളിവിടെ കാണുന്നു, നമ്മൾ നന്നായിട്ട് തൗഹീദും സുന്നത്തൊക്കെ മനസ്സിലാക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ ഇതിലിപ്പോൾ ആരെങ്കിലും നാട്ടിലേക്ക് പോയിട്ട് നല്ല ഏതെങ്കിലും മൗലൂദിൻ്റെ മാസത്തിലെത്തിയതെങ്കിൽ അവിടെ പോയിട്ട് ഇങ്ങനെ കുത്തിരിഞ്ഞ് മൗലൂദ് ഓതുകയാണെങ്കിൽ അവൻ ശിർക്ക് ചെയ്തു. അള്ളാഹ് പറയാണ്, ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾ തെറ്റിപ്പോവുകയാണോ? ഇങ്ങനത്തെ ആൾക്കാരുണ്ടാവും. നമ്മുടെ നാട്ടിലേക്ക് പിന്നെ പോകുകയാണ്, നമ്മൾ തന്നെ വീടുണ്ടാക്കുന്നുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഒന്നും പറയാം, ചിലപ്പോൾ ആരെയും ക്ഷണിക്കുമെന്നില്ല. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ, ആരും ക്ഷണിക്കുമെന്നില്ല. കാരണം എന്തായിരിക്കും, സ്വബയ്ക്ക് മൗലൂദും കഴിഞ്ഞായിരിക്കും ആ വീട്ടിലും കയറി പോകുന്നത്. എന്തുകൊണ്ട് നമ്മൾ പഠിക്കണം. വെറുതെ ഒന്നിനെ കളിയാക്കോ തമാശയ്ക്ക് പറയുകയല്ല. ഷിർക്കിൻ്റെ വിഷയത്തിലേക്ക് പിന്നെ നമ്മൾ എത്തിപ്പോകുന്നു, ബിദ്അത്തിലേക്ക് നമ്മൾ എത്തിപ്പോകുന്നു, അന്ധവിശ്വാസത്തിലേക്ക് നമ്മൾ എത്തിപ്പോകുന്നു. എന്നാലും നമ്മൾ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയും, ഇനി സംഗതി പിന്നെ മുജാഹിദല്ലായിക്കോ, നീ സൗദി അറേബ്യയിലൊക്കെ പോയിട്ട് നിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ ആശയൊക്കെ ഉണ്ട് ഞങ്ങൾക്കറിയാം. എന്നാലും ഈ വീട്ടിൽ ഇങ്ങനെ അസുഖങ്ങൾ വരികയല്ലേ, ഒന്ന് അയാളുടെ നിന്ന് പോയി നോക്കിയാൽ എന്താ നിനക്ക് അല്ലേ? നാട്ടിൽ നിന്ന് ഭാര്യ ഇങ്ങനെ വരും, നിങ്ങൾ ആരും അറിയണ്ട, ഒന്നവിടെ പോയിക്കോട്ടെ, വന്നാൽ പോയോ, അത്ര മതി
അല്ലേ? വീട്ടിൽ എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? കണക്കൻ്റെ അടുത്തും ജോസലിൻ്റെ അടുത്തും പോയി കഴിഞ്ഞാൽ 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കൂല. പറഞ്ഞത് വിശ്വസിച്ചാലോ അവൻ മുഹമ്മദ് റസൂലുള്ളാഹി കൊണ്ടുവന്ന മതത്തിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞു, അല്ലേ? വിശ്വസിക്കൂലേ? നമ്മൾ അങ്ങനല്ലേ? മനോരമ നിങ്ങൾ നോക്കി നോക്കിയേ, ഈ കലണ്ടറുകൾ, പത്രങ്ങൾ ഓരോന്ന് നോക്കി നോക്കിയാൽ നിങ്ങൾ. അതേപോലെ തന്നെ മലയാള പുസ്തകങ്ങളുടെ അറബിയും മാന്ത്രികം, അറബി പേരും കൊടുത്തിട്ട് ഇതേ മന്ത്രങ്ങളുണ്ടാകും ഇങ്ങനത്തെ വിഷയത്തിലൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ പഠിച്ചിട്ട് ഇനിയും നാട്ടിൽ പോയിട്ട് തെറ്റിപ്പോവുക. ഞാൻ മുമ്പൊരു പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, ഒരാൾ അഡ്രസ്സ് മാറ്റി കൊടുത്തു ഒരാൾക്ക്. എന്തിനാന്ന് വെച്ചാൽ അവിടെ എത്തിയിട്ട് പിന്നെ ഗൾഫിൽ നന്നായിട്ട് തൗഹീദും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതാണ്. നാട്ടിൽ പോയി കഴിയുമ്പോൾ 2 ആളും 3 ആളൊക്കെ ഒന്നിച്ച് നാട്ടിൽ പോയാലുണ്ടല്ലോ ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിസിറ്റ് നടത്തൽ. അങ്ങനെ വിസിറ്റ് നടത്തുമ്പോൾ ഇവൻ നാട്ടിൽ പിന്നെ സജീവമായിട്ട് അന്ധവിശ്വാസത്തിലൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യാൻ താല്പര്യമുള്ള ഒരുത്തരാണ്. ഗൾഫിൽ വന്നപ്പോൾ എന്തോ അറിയില്ല, അവിടെ ഇങ്ങനെ. നാട്ടിൽ പോയപ്പോൾ പണ്ടത്തെ തന്നെ. എന്നിട്ട് വിസിറ്റിങ്ങിന് ആരെങ്കിലും വരികയാണെങ്കിൽ എൻ്റെ വീട്ടിൽ എത്തരുതെന്ന് കരുതിയിട്ട് അഡ്രസ്സ് മാറ്റി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അയാൾ ആ വീട്ടിൽ തന്നെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളങ്ങനെയാണെന്നല്ല, നമ്മളൊക്കെ ഓരോ യൂണിറ്റുകളിലേക്ക് പോകുമ്പോൾ, നിങ്ങളെ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഗ്രാമത്തിൽ ഒറ്റപ്പെട്ടവനായിരിക്കാം, തൗഹീദ് അംഗീകരിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ ഒറ്റപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ഈ പരീക്ഷണങ്ങൾ വരും, മരണം നടക്കുമ്പോൾ വരും, കല്യാണം നടക്കുമ്പോൾ വരും, ഒരു വീട്ടിൽ കൂടലിന് വരും. അവിടെയൊക്കെ നമ്മൾ ചിലപ്പോൾ 40 ലക്ഷത്തിൻ്റെ വീടുണ്ടാക്കി കഴിഞ്ഞാലും ആ വീട്ടിൽ കൂടലിനാണ് നമുക്കൊരു ഒരു പഞ്ചസാരേൻ്റെ വില കൊണ്ട് നമുക്കുണ്ടാവില്ല. തീരുമാനങ്ങളൊക്കെ ആരായിരിക്കും? ഒരാൾക്കാരായിരിക്കും, അല്ലേ? അവിടെയൊക്കെ ശ്രദ്ധിച്ചോ. നമ്മുടെ വീട്ടിൽ മകളുടെ കല്യാണത്തിന് നിങ്ങൾ എന്തുമാത്രം ഇവിടെയൊക്കെ കടം വീട്ടിട്ടൊക്കെ ആയിരിക്കും കടമൊക്കെ വാങ്ങിയിട്ടായിരിക്കും കല്യാണത്തിന് പോകുന്നത്. മോളുടെ കല്യാണത്തിന് നിങ്ങൾക്കൊരു റോളും ഉണ്ടാവില്ല. മക്കളെ ഹറാം വസ്ത്രം ധരിക്കുന്നുണ്ടാവും, തോന്നിയാസങ്ങൾ നടക്കുന്നുണ്ടാവും, ഒക്കെ ചെയ്യുന്നുണ്ടാവും. എവിടെയും സൂക്ഷിച്ചോ. ഇത്രയെല്ലാം കേട്ടിട്ട് ദീനിൻ്റെ വിശ്വാസ രംഗത്ത്, ആചാര രംഗത്ത്, കർമ്മത്തിൻ്റെ രംഗത്ത് നിങ്ങൾ തെറ്റിപ്പോവുകയാണോ, അള്ളാഹുവിൻ്റെ അടുത്ത് നിങ്ങൾക്ക് നല്ല പിടുത്തം വരും. കാരണം അള്ളാഹ് അസീസാണ്, അല്ലേ? കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരുണ്ടാവും, അല്ലേ? കല്യാണം കഴിക്കാൻ നോക്കുമ്പോൾ സ്ത്രീധനം വേണ്ടെന്ന് ഓൻ പഠിച്ചിട്ടുണ്ടാകും, ഓനിക്ക് പൂതി ഉണ്ടാകും വേണ്ടെന്ന്. പക്ഷെ നിയന്ത്രിക്കുക വേറെ ടീമായിരിക്കും, അല്ലേ? മരിക്കാൻ നോക്കുന്ന കുറച്ച് വയസ്സന്മാരായിരിക്കും സ്ത്രീധനം നിയന്ത്രിക്കൽ. അവർക്കായിരിക്കും ഇത് വേണ്ടത്. അവർ ഖബറിലേക്ക് പോകാൻ നോക്കുമ്പോൾ 4 മണിക്ക് പോകേണ്ടതാണ്, 3 മണിയായിട്ടുണ്ട് ഇപ്പോൾ അവർക്ക്. അപ്പോൾ ഒരു അവസാനം ചെയ്യുന്ന സേവനമാണ് എന്ത്? ഇങ്ങനത്തെ കുറച്ച് ലുൽമുകൾ. അപ്പോൾ ഇതിൽ നമ്മൾക്ക് എന്തുണ്ടാവില്ല, റോൾ ഉണ്ടാവില്ല. പക്ഷേ പഠിച്ചവൻ്റെ വിഷയത്തിൽ എവിടെയും പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. തെറ്റിപ്പോയാൽ അള്ളാഹ് അസീസാണ്, അള്ളാഹ് എല്ലാം അറിയുന്ന അഗാധജ്ഞാനിയാണ്. അവസാനത്തെ വചനം, ഹൽ യൻളുറൂന, അവർ ഇനിയും കാത്തിരിക്കുകയാണോ? അവരിനിയും കാത്തിരിക്കുകയാണോ? ഇല്ല അൻ യഅ്തിയഹുമുല്ലാ, അല്ലാഹു തആല അവരിലേക്ക് വരുന്നത്, അള്ളാഹു അവർക്ക് വരുന്നതിനെ പറ്റി കാത്തിരിക്കുകയാണോ? ഇനി അതേ അവർക്ക് ബാക്കിയുള്ളൂ. ഫീ ളുലലിൻ, തണലുകളിൽ, മിനൽ ഗമാം, മേഘത്തിൻ്റെ തണലുകളിലായിട്ട് അള്ളാഹു വരുന്നത് അവർ നോക്കി കാത്തുകൊണ്ടിരിക്കുകയാണോ? വൽ മലായിക്ക, മലക്കുകളും, അള്ളാഹുവും അതുപോലെ തന്നെ മലക്കുകളും മേഘത്തണലുകളിലായിക്കൊണ്ട് അവരിലേക്ക് വരുന്നത് അള്ളാഹ് കാത്തിരിക്കുകയാണോ? വഖുളിയൽ അംർ, കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു. ഉദ്ദേശിക്കപ്പെടുന്നത് പരലോകമാണ്. അവർ ഈ ദുനിയാവിൽ എത്ര ഉത്ബോധനം കേട്ടിട്ട് ഒരു നന്നാകുന്നുമില്ല. ഇനി അവർ കാത്തിരിക്കുന്നത് എന്ത് മാത്രമാണ്? പരലോകത്ത് പഠിച്ചവനവരെ മുമ്പിലേക്ക് എത്തുന്നത് വരെയാണ് അവർ ഈ പോക്ക്. അന്ന് അള്ളാഹ് വരും, മലക്കുകൾ വരും. വഖുളിയൽ അംർ, കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെട്ടു എന്ന് വെച്ചാൽ തീരുമാനിക്കപ്പെടും. എല്ലാം ഇവർ ചെയ്ത തോന്നിവാസങ്ങളൊക്കെ രേഖപ്പെട്ട് കഴിഞ്ഞു. ഇനി ഒന്നുമില്ല, അല്ലേ? എല്ലാ അമ്പിയാക്കളിലേക്കും മനുഷ്യരിങ്ങനെ പോകും. ചോദ്യം ചെയ്യാനെന്ന് പറ. അവസാനം റസൂലുള്ളാഹിയുടെ ശഫാഅത്ത് കഴിയുമ്പോൾ അള്ളാഹ് പറയും, മുഹമ്മദേ തല ഉയർത്തിക്കോ, ചോദിച്ചോ, ഈ എൻ്റെ സമുദായത്തെ ഒന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുക. അള്ളാഹ് വിചാരണ തുടങ്ങും. ആ സമയത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ദുനിയാവിൽ എത്ര ഉത്ബോധനങ്ങൾ കേട്ടിട്ട് ആളുകൾ നന്നായിട്ടില്ല. ഇവർക്കിനി അള്ളാഹിൻ്റെ മുമ്പിലുള്ള ഈ ഇരുത്തം മാത്രമേ ബാക്കിയുള്ളൂ. അന്ന് വ ഇലല്ലാഹ്, അള്ളാഹുവിങ്കലേക്ക് തുർജഉൽ ഉമൂർ, എല്ലാ കാര്യങ്ങളും മടക്കപ്പെടും. അള്ളാഹുവിങ്കലേക്ക് എല്ലാ കാര്യങ്ങളും അന്ന് മടക്കപ്പെടും. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിലെ ഈ ആയത്ത്. അവസാനത്തെ ആയത്ത് ഒന്നും കൂടെ, ഹൽ യൻളുറൂന, അവർ നോക്കി കാത്തിരിക്കുകയാണോ? ഇല്ല അൻ യഅ്തിയഹുമുല്ലാഹ്, അല്ലാഹു തആല അവരിലേക്ക് വരുന്നതിനെക്കുറിച്ച്. ഫീ ളുലലിൻ മിനൽ ഗമാം, മേഘത്തിൻ്റെ തണലുകളിലായിക്കൊണ്ട്. വൽ മലായിക്ക, മലക്കുകൾ വരുന്നതും. വഖുളിയൽ അംർ, കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു. വ ഇലല്ലാഹി തുർജഉൽ ഉമൂർ,
നിങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിങ്കലേക്കാണ് മടക്കപ്പെടുന്നത്. ഏറ്റവും അടിസ്ഥാനമായ പോയിന്റ്, പരിപൂർണമായിട്ട് മുസ്ലിം ആയിക്കോ, ശരിക്കുള്ള മുസ്ലിം ആയിക്കോ, എങ്കിലേ ഫലമുള്ളൂ. ചിലതിൽ വിശ്വസിക്കുക, ചിലതിൽ അവിശ്വസിക്കുക, അതുകൊണ്ട് ഒരു ഫലവും ഇല്ല. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അവരെയാണ് അള്ളാഹുവിന് ആവശ്യമുള്ളത്. നമ്മൾ ഇസ്ലാമിലേക്ക് എത്തിയത് നമ്മുടെ പവർ കൊണ്ടല്ല, അള്ളാഹുത്തആല നമ്മളോട് കാണിച്ച ഔദാര്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് കൂടുതൽ നന്ദി കാണിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹുത്തആല അനുഗ്രഹിക്കുമാറാകട്ടെ.